ഓരോ പെരുന്നാളും മാറ്റത്തിൻ്റെതാണ്. മാറ്റത്തെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങള് സെമിനാരി പഠിക്കുന്ന കാലഘട്ടം 1999 2004 ബാച്ചാണ്. എനിക്ക് തോന്നുന്നു സെമിനാരിയിലെ 5 വർഷ കോഴ്സിലെ ആദ്യത്തെ ബാച്ചാണ് ഞങ്ങൾ. അപ്പൊ ഓരോ സെന്ററിലേക്കും മിഷന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ അയക്കും. അങ്ങനെ അപ്രാവശ്യം കിട്ടിയത് ഈ തടാകമാശ്രമത്തിന്റെ കീഴിലുള്ള തെങ്കര എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്, മണ്ണാർക്കാടിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു സെന്റർ, അവിടെ പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്, റബ്ബർ വെട്ടം വരുന്ന ഒരാളുണ്ട്, പിന്നീട് അവിടെ ഒരു പയ്യനുണ്ട്, അവനാണ് എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്നത്. അപ്പൊ പകലൊക്കെ ഞങ്ങളിങ്ങനെ പോയി പ്രവർത്തിച്ച് വൈകുന്നേരം വരും. വൈകുന്നേരം സൗകര്യപ്രദമായ തലത്തിൽ അവനൊരു കഞ്ഞിയും പയറും ഒക്കെ വെക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇവൻ എന്ന് പയറ് വെച്ചാലും ഈ പയറി കല്ല് കടിക്കും. ഇത് ദിവസങ്ങളോളം അങ്ങ് ആവർത്തിച്ചു. അപ്പൊ ഒരു ദിവസം പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞങ്ങൾ വെക്കാം. അങ്ങനെ അന്നത്തെ മിഷനൊക്കെ നേരത്തെ കഴിഞ്ഞ് മടങ്ങി വന്നു. പയറൊക്കെ എടുത്ത് മുറത്തിലിട്ടു. മുറം കണ്ടിട്ടുണ്ടോ പിള്ളേരെ? സൂക്ഷിച്ചു നോക്കുന്ന, അതുകൊണ്ട് ചോദിച്ചാ. എന്നിട്ട് ഒരു കല്ല് പോലും ഇല്ലെന്ന് കൃത്യമായിട്ടൊക്കെ ഉറപ്പുവരുത്തി പാചകം ചെയ്ത് കൊണ്ടുവച്ചു. അപ്പം ഇത്തിരി അഭിമാനത്തോടൊക്കെയാ ഇരിക്കണേ, കാരണം ഇന്ന് കല്ല് കടിക്കാൻ സാധ്യതയില്ല. ആദ്യത്തെ സ്പൂണ് പയറ് കോരി വായിലിട്ടു. ആദ്യം കടിച്ചത് കല്ല. അവൻ എന്റെ മുഖത്തോട് നോക്കി ഒന്ന് ചിരിച്ചു. എന്തായാലും ഈ കടിച്ച കല്ലൊന്ന് കാണണമല്ലോ. എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കല്ലല്ല, വീട്ടമ്മമാരുടെ ഭാഷ പറഞ്ഞാൽ കൊറിയൻ പയറാ. ഈ കൊറിയൻ പയറിന്റെ പ്രത്യേകത അറിയാം. ആവി കയറിയ വേവോ? അമ്മമാര് പറഞ്ഞാട്ട് വേവോ? ഇല്ല. എത്ര ആവി കയറിയാലും വേവാത്ത പയറാണ് ഈ കൊറിയൻ പയർ എന്ന് പറയുന്നത്. എത്ര കൊല്ലമായിട്ട് ഇവിടെ പെരുന്നാൾ നടത്തുന്നുണ്ട് അച്ഛാ? അല്ല, ഇവിടെ മൊത്തത്തിൽ അറിയത്തില്ല. എത്രയോ കൊല്ലമായി ഇവിടെ കൺവെൻഷൻ നടത്തുന്നുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ആരാധനയുണ്ട്, കൂദാശകളുണ്ട്. ഇത്രയും ആവി കയറിയിട്ടും വേവാത്ത പയറുകളാണെങ്കിൽ ഇനിയും വേവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആവി കയറിയിട്ടും വേവാത്ത പയറുകളായിട്ട് നമ്മൾ തുടരുന്നെങ്കിൽ ഇനിയും വേവിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, കൊറിയൻ പയറായ എന്നെ നീ വേവിച്ചിട്ട് ഇന്ന് വിടാവൂ. വീട്ടിലൊക്കെ ഒത്തിരി കാലം കൊണ്ട് കല്ല് കടിക്കുന്നുണ്ട്, പള്ളിക്കകത്ത് കല്ല് കടിക്കുന്നുണ്ട്, അല്ലേ? എന്ന് ശരിയാകൂ എന്ന് ശരിയാകുമെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ഇന്ന് രാത്രിയിൽ ദൈവമേ, നിന്റെ തീ എന്നെ ഒന്ന് വേവിക്കണമേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ശരിക്കും ചില നോമ്പുകളൊക്കെ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരവസ്ഥയുടെ അടിസ്ഥാന കാരണം. നോമ്പുകൾ നമ്മളിൽ നിന്ന് ചോർന്നു. ഇപ്പൊ ഒരു നോമ്പ് കാലമാണ്, ആണോ അല്ലയോ? ആണോ? ആണ്. നോമ്പ് നോക്കുന്ന എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ട് പറയണം, പള്ളിക്കകത്താണ്, സത്യസന്ധമായിട്ട് പറയണം, നോമ്പ് നോക്കുന്ന എത്ര പേരുണ്ട്? കർത്താവെ, 2 പേരെങ്കിലും ഈ നോമ്പ് നോക്കാൻ തക്കവണ്ണം എടുത്തുപയോഗിച്ച, 2-3 പേരെ ഈ നോമ്പ് നോക്കാൻ തക്കവണ്ണം എടുത്തുപയോഗിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. നമ്മൾ നോർത്ത് നോക്കിക്കുക, പരിശുദ്ധ സഭയുടെ നോമ്പ. കർത്താവിന്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ എത്തുന്നൊരു നോമ്പാണ്. നോമ്പുകൾ ചോർന്നു പോകുന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രതിസന്ധിയുടെ വിഷയമായിട്ട് മാറുന്നത്. ശരിക്കും നമ്മൾ നോമ്പിനെ പറ്റി, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ നോമ്പിന്റെ പ്രാധാന്യം നമ്മളിലേക്കൊന്ന് എത്തിച്ചേരുവാൻ തക്കവണ്ണമാണ് ഇന്നത്തെ ദിവസം ഞാൻ വിനിയോഗിക്കാനായിട്ട് തയ്യാറാകുന്നത്. കാരണം ഇത് നോമ്പ് കാലമാണ്. നമ്മൾ പറയും മാർത്തോമായുടെ മാർഗം എന്നൊക്കെ നമ്മൾ പറയും.
വഴി. മാർഗം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? വഴി എന്നാ. അപ്പം ആ ക്രിസ്തു മാർഗം, മർത്തോമായുടെ മാർഗം നോമ്പിന്റെ വഴിയാണ്. ആ നോമ്പ് എന്തുകൊണ്ട് നമ്മൾ നോക്കണം എന്നുള്ളത് ഇന്ന് രാത്രി നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നോമ്പ് ക്രമത്തിന്റെ ഉത്സവമാണ്. എന്തിന്റെ ഉത്സവമാ? ക്രമത്തിന്റെ. ഈ പെരുന്നാൾ ക്രമത്തിന്റെ ഉത്സവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പറയും, വിശുദ്ധ വേദപുസ്തകം സംസാരിക്കുന്നത് ക്രമത്തെ പറ്റിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് എതിന്റെ മേല? വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പുതിയ നിയമത്തിലേക്ക് ചെന്നാൽ അവിടുത്തെ ആദ്യത്തെ അത്ഭുതം ഏതാ? കാനാവിലെ കല്യാണം. എന്തിന്റെ മേലാ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ? എന്തിന്റെ മേലെ പ്രവർത്തിച്ചേ? വെള്ളത്തിന്മേൽ. വീഞ്ഞിന്റെ മേലല്ല, വെള്ളത്തിന്മേലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നോക്കിക്കേ, പഴയ നിയമവും പുതിയ നിയമവും ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ പറയുന്ന ശരിയായ ട്രാൻസ്ലേഷൻ, പരിവർത്തിക്കുക എന്നുള്ളതിന് കൊടുക്കുന്ന നല്ല ചിന്ത ഇതാണ്: ബ്രൂഡഡ് ഓവർ. ബ്രൂഡഡ് ഓവർ. ഹോളി സ്പിരിറ്റ് ബ്രൂഡഡ് ഓവർ ദ വേൾഡ്. ഈ ലോകത്തിന്മേൽ, വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. എന്താ ബ്രൂഡിംഗ് എന്ന് പറഞ്ഞ? ബ്രൂഡഡ് എന്ന് പറഞ്ഞ എന്താ? ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരൊന്ന് കൈവക്കാവോ? എല്ലാരും ഇംഗ്ലീഷ് മീഡിയോ അല്ലേ? എന്താ ബ്രൂഡഡ് എന്ന് പറഞ്ഞ എന്താ? പോട്ടെ, ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. അടയിരിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? പൊരുന്നിരിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താ അടയിരിക്കുന്നത്? എന്താ അടയിരിക്കുന്നത്? എന്താ? കോഴിയാണ് അടയിരിക്കുന്നത്. എന്തിന്റെ മുകളിൽ അടയിരിക്കുന്നത്? മുട്ടയുടെ മുകളിലാണ് അടയിരിക്കുന്നത്. എത്ര ദിവസം വേണം കുഞ്ഞുങ്ങളെ ഒരു മുട്ട വിരിയാൻ? പരീക്ഷ കഴിയണോ? 18 മുതൽ 21 ദിവസം വരെ അല്ലെ? 18 മുതൽ 21 ദിവസം വരെ കൃത്യമായി നമ്മൾ വിചാരിക്കുന്നത് എന്തറിയോ? നമ്മള് ഓരോ മുട്ടയും എടുത്തു വെച്ച്, പഴയ അമ്മമാരാണെങ്കിൽ എങ്ങനെ അതിന്റെ പുറത്ത് പ്രാർത്ഥിക്കുന്നത്? ഉമ്മിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അവസാനം നടുക്കിരിക്കുന്ന മുട്ടയുടെ പുറത്ത് കുരിശു വരയ്ക്കും. കർത്താവേ, കാരണം ഈ വെച്ചതല്ല വിരിയണം. കാരണം നമുക്ക് ഈ വിരിയേണ്ട സ്ഥലമൊക്കെ അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കരിക്കട്ടയൊക്കെ വെച്ച് അതിന്റെ പുറത്ത് എന്ത് വരയ്ക്കും? കുരിശു വരച്ച് വെക്കും. നമ്മൾ വിചാരിക്കുന്ന അറിയോ? നമ്മൾ വെച്ചേക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ആരിയ്ക്കുന്നതെന്നാ? ആണോ? അല്ല. നമ്മൾ ഇരിക്കുന്ന അതേ സ്റ്റൈലല്ല ഈ കോഴി ഇരിക്കുന്നത്. പിന്നെ എന്താണെന്നറിയാവോ? ഓരോ മുട്ടയ്ക്കും ചൂട് ലഭിക്കത്തക്ക രീതിയിൽ അത് ക്രമീകരിച്ച് പുനർക്രമീകരിച്ച് ഇങ്ങനെ ഇരിക്കും. ഈ എല്ലാ സ്ഥലത്തും ഒരുപോലെ ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് വിരിയത്തുള്ളൂ? മുട്ട വിരിയത്തുള്ളൂ. ഈ മുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു സാഹസമുണ്ട് കേട്ടോ. കർത്താവിനെ വളർത്തുന്ന ഒരു പാടാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും ഞാൻ നേരെ ചൊവ്വേ തരാങ്കി ഒരെണ്ണത്തെ മെയ് മാസം വരുമ്പം കാരണം പിന്നീട് ചുമതല ആർക്കാ? കാരണം ഒരെണ്ണത്തെ അങ്ങ് പറഞ്ഞേക്ക്. കാരണം എന്താ? ഒരു പൂവനെ അങ്ങ് തന്നേക്കാം അല്ലേ? അപ്പം നമ്മൾ ഓർത്ത് നോക്കേണ്ട കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുമേൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ബ്രൂഡഡ് ഓവർ ദ വേൾഡ്. അത്രയ്ക്ക് ഒരു തള്ളക്കോഴി മുട്ടയ്ക്ക് മുകളിൽ പൊരുന്നിരിക്കുന്നത് പോലെ ആത്മാവ് പകർന്നു നൽകിയപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇവിടെ ജീവന്റെ അനുഭവം രൂപപ്പെട്ടു വരുന്നത്. ക്രമമില്ലാത്ത ലോകത്തെ എന്താക്കി മാറ്റി? ക്രമമാക്കി മാറ്റി. എന്താ ഈ ക്രമം എന്ന് പറഞ്ഞാൽ അറിയാമോ? നേരം വെളുക്കുമ്പോ അതിരാവിലെ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്ന് കോളിംഗ് ബെല്ലിൽ ഞെക്കി. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഓടി വന്ന് കഥ തുറക്കോ? നിങ്ങൾ ഓടി വന്ന് കഥ തുറക്കോ? ഇല്ല. പിന്നെ എന്താ ചെയ്യുന്നേ?
ഇങ്ങോട്ട് വരും, ഡ്രസ്സൊക്കെ ഒന്ന് നമ്മുടെ ഒന്ന് നേരെയാക്കി ഇടും. അതിനുശേഷം ഹോളി വന്നിട്ട് നോക്കും, ഷീറ്റ് ഒരിടത്ത്, പേപ്പർ ഒരിടത്ത്, കസേര ഒരിടത്ത്. കാരണം തലേന്നത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് സ്റ്റേജ് കിടക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇതെല്ലാം പിടിച്ച് നേരെയാക്കിയിട്ട് ചിരിച്ചുകൊണ്ട് വന്നിട്ടായിരിക്കും എന്ത് തുറക്കാൻ പോകുന്നത്? കതക് തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കതക് തുറക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ? കയോസ്, ക്രമമില്ലാത്ത അവസ്ഥ. എന്താ പറയുന്നത്? കയോസ് അഥവാ ക്രമമില്ലാത്ത അവസ്ഥ. നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. എന്റെ ജീവിതത്തിലെ ക്രമമില്ലായ്മ എന്താ? എന്നാൽ ആള് വന്നു, കോളിംഗ് ബെല്ലിൽ ഞെക്കി, ശബ്ദം കേട്ടു, നമ്മൾ പുരയ്ക്കകത്തോട്ട് നോക്കുമ്പോ എല്ലാം താളരഹിതമായിട്ട് കിടക്കുന്നു, കൃത്യമായിട്ട് അടുക്കി വെച്ചു. ഇറങ്ങുമ്പോൾ അതിന് പറയുന്ന പേരെന്താണെന്നറിയോ? ഞാൻ വലിയ വാക്ക്, 2 വാക്കുകളെ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞതാണ്. ക്രമമില്ലാത്തതിന് പറയുന്ന പേര് കയോസ് എന്നാണെങ്കിൽ ക്രമമുള്ളതിന്റെ പേരെന്താണ്? കോസ്മോസ്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ സൗന്ദര്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരെന്താ? കോസ്മോസോ? കോസ്മെറ്റിക്സ്. ഇപ്പൊ മനസ്സിലായോ എന്താ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ? എന്താ? ക്രമമില്ലാത്തതിനെ ക്രമമുണ്ടാക്കിയെടുക്കുന്ന സൗന്ദര്യത്തിന് പറയുന്ന പേരാണ് പക്ഷെ ഇപ്പോഴത്തെ കോസ്മെറ്റിക്സ് തേച്ചാ ഉണ്ടല്ലോ, എന്താ ഈ ചില മനുഷ്യരൊക്കെ ഒരുങ്ങാൻ കയറും അല്ലേ, കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു ഇറക്കമുള്ളു എന്ന് പറഞ്ഞാൽ ഉള്ള ക്രമം കൂടെ പോയി ചില കഥകളിക്കാരൊക്കെ ഇറങ്ങുന്ന ഉണക്ക. മാത്രമല്ല ഇപ്പോഴത്തെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച ശരീരത്തിന്റെ ക്രമം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? പോകും. എത്ര പേരെ കിഡ്നി പോകുന്നുണ്ടെന്ന് അറിയാമോ? ആരോഗ്യകരമല്ലാത്ത കോസ്മെറ്റിക്സിന്റെ ഉപയോഗം മൂലം ഒരു നെഫ്രോളജിസ്റ്റ് ഷെയർ ചെയ്താണ് എത്രയോ പേരുടെ കിഡ്നി നമുക്ക് നഷ്ടപ്പെട്ടു. ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന പല രാസവസ്തുക്കളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്കങ്ങ് സംശയം എന്താണെന്നറിയോ? ദൈവം തന്ന സൗന്ദര്യം കുറഞ്ഞു പോയോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക? കൂട്ടാനായിട്ട് നോക്കുകയാണ്. അപ്പൊ നമ്മൾ ക്രമത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ലോകത്തേക്ക് നോക്കിക്കേ. ഈ ലോകത്ത് എല്ലാറ്റിനും ക്രമമുണ്ടോ? ഉണ്ട് അല്ലേ? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ? ഏതേ ഈ ലോകത്തെ ഏറ്റവും ചെറിയ കണിക ഏതാ? ക്രിസ്മസ് പരീക്ഷ ഇല്ലയോ വരുന്നേ? എന്ത് ഏറ്റവും ചെറിയ കണിക ഏതാ? പറഞ്ഞു. ആറ്റം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരാറ്റത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഉണ്ട്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്തൊക്കെയുണ്ട്? എന്തുവാ? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ടോ? പിന്നെ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ അല്ലേ? പ്രോട്ടോണിന്റെ ചാർജ് ഏതാ? പോസിറ്റീവ്. ന്യൂട്രോണിന്റെ ചാർജോ? നെഗറ്റീവ്. ചാർജ് ഇല്ല, ന്യൂട്രൽ ചാർജ്. അതിന് ചുറ്റും എന്തുണ്ട്? ഓർബിറ്റ് ഉണ്ട്. ഓർബിറ്റിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് ഏതാ? നോക്കിക്കേ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാറ്റം എടുത്ത് നോക്കിയാൽ ആറ്റത്തിനുള്ളിൽ എന്തുണ്ട്? ക്രമമുണ്ട്. ഉണ്ട്. ഇനി മാക്രോവേൾഡ് എടുക്കാം. വിച്ച് ഈസ് ദ മാക്രോവേൾഡ്? നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ സോളാർ സിസ്റ്റം അല്ലേ? വിച്ച് ഈസ് ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം? സൺ. അതിന് ചുറ്റും എന്തൊക്കെയുണ്ട്? ഇന്ന് വിടത്തില്ല. എന്തൊക്കെയുണ്ട്? പ്ലാനറ്റ്സ് ഉണ്ട്, സബ് പ്ലാനറ്റ്സ് ഉണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, പഠിത്തം കുറവാ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. നോക്കിക്കേ, അവിടെ ഒരു സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. അപ്പൊ നോക്കിക്കേ, മൈക്രോവേൾഡിൽ ക്രമമുണ്ട്, മാക്രോവേൾഡിൽ എന്തുണ്ട്? ക്രമമുണ്ട്. ക്രമമില്ലാത്തവൻ ആരാ? മനുഷ്യന്. നമ്മുടെ ജീവിതത്തിൽ ചില ക്രമമൊക്കെ ഉണ്ട്. ഏത് ക്രമമെന്നറിയോ? അക്രമം, അതിക്രമം, പരാക്രമം. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ ക്രമമില്ലാത്ത നമുക്ക് ക്രമം ഉണ്ടാക്കാൻ വേണ്ടിയാ പിതാക്കന്മാർ എന്തുണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയാവോ? എന്താ? ആരാധന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്തോ? കുർബാന പുസ്തകം എന്നാണോ? കുർബാന ക്രമം എന്നാണോ? കുർബാന ക്രമം. പിന്നെ നമസ്കാര പുസ്തകത്തിന് എന്താ പറയുന്നത്? നമസ്കാരക്രമം. കാരണം എന്താ? ക്രമമില്ലാത്ത മനുഷ്യന് എന്തുണ്ടാക്കാൻ വേണ്ടിയാണ്?
ക്രമമുണ്ടാകാൻ വേണ്ടിയാണ്. വേർ ദർ ഈസ് ഓർഡർ ദർ ഈസ് ബ്യൂട്ടി എന്നാ പറയുന്നത്. ക്രമം എവിടെ ഉണ്ട് അവിടെ സൗന്ദര്യം ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ക്രമം എവിടെ ഉണ്ട് അവിടെ സൗന്ദര്യം ഉണ്ട്. ഉണ്ടോ? ഉണ്ട് അല്ലേ? എന്തുകൊണ്ടാ? നമുക്കറിയാം, ഒരു കാലത്ത് മലയാള കവികളുടെ ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു മലയാളി സ്ത്രീകളുടെ മുടി. അല്ലെ? കവിതകൾക്കകത്തൊക്കെ എന്തിന്റെ വർണ്ണനയുണ്ട്? എന്തിന്റെ വർണ്ണനയുണ്ട്? മുടിയുടെ. അല്ലെ? കാളിദാസനെ പോലെയുള്ള മഹാകവികളൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്നറിയോ? ഈ സ്ത്രീ കുളിച്ചിട്ട് കയറി വരുമ്പോ അവരെ മുടി നോക്കിയിട്ട് എഴുതി വെച്ചേക്കുക, ഇത് നീര് തിങ്ങി നിൽക്കുന്ന നീരതമാണോ എന്ന്. എന്ത് ഈ നീരതം? നീരതം എന്ന് പറഞ്ഞ എന്താ? പണ്ടൊക്കെ നമ്മൾ പര്യായ പദം നാനാർത്ഥം പഠിച്ച വാക്കുകളാ. നീരതം എന്ന് പറഞ്ഞ എന്താ? മുടിയോ? നീരതം എന്ന് പറഞ്ഞാൽ കാർമേഘം. എന്താ? നീര് കെട്ടി നിൽക്കുന്ന കാർമേഘം. അതിന് പറയുന്ന പേര് എന്ന് വെച്ചാൽ കുളിച്ചീറനണിഞ്ഞു വരുന്ന സ്ത്രീയുടെ പനങ്കുല പോലെയുള്ള മുടി നോക്കിയിട്ട് കവി എഴുതി വെച്ചേക്കാണ് ഇത് കാർമേഘമാണോ എന്ന്. നോക്കിക്കേ, എത്ര വർണ്ണനമായി പോവാ. പിന്നെ ഇന്നിപ്പം കുളിച്ചിട്ട് വന്നാലും എന്താ? മേഘം പോയിട്ട് അല്ലേ? പക്ഷേ ഇന്ന് വൈകുന്നേരം കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് അച്ചായൻ അത്താഴം വിളമ്പി കൊടുക്കുമ്പോ അച്ചായന്റെ അത്താഴത്തിൽ നിന്ന് നിങ്ങളുടെ മുടി കിട്ടിയാൽ പൊക്കി പിടിച്ച് പാടുവോ ഇത് നീരതമാണെന്ന്? പാടുവോ? ഇല്ലച്ച വേറെ ചില പാട്ടൊക്കെ അന്നേരം പാടുന്ന പാട്ട് ഏതാ? വേണ്ട വേണ്ട, ഇപ്പൊ പറയണ്ട. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ മുടിക്ക് ചന്തമേറുന്നത് എവിടെ ഇരിക്കുമ്പോഴാ? എവിടെ ഇരിക്കുമ്പോഴാ? അപ്പൊ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രമം എന്ന് പറയുന്നത്. ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്രമം. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യം നോമ്പ് കൽപ്പിച്ചു നൽകി. എന്താണെന്നറിയോ? മനുഷ്യനൊരു ക്രമം ഉണ്ടാകണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്ന് എന്റെ ജീവിതത്തിന്റെ ക്രമം എന്താ? അച്ഛാ, ഇത്തിരി മണമില്ലാതെ പറ്റത്തില്ല. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നോമ്പ് ചോർന്നുപോയി, പ്രാർത്ഥന ചോർന്നുപോയി, ആരാധന ചോർന്നുപോയി. എന്താ പോയെന്നറിയാവോ? ഞാൻ പറയും, നമ്മുടെ വീടിന്റെ ക്രമമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ വീടിന്റെ ക്രമമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. എവിടെയാണ് എന്റെ വീടിന്റെ താളം തെറ്റൽ ആരംഭിച്ചത്? പ്രാർത്ഥിക്കുന്ന പായ ചുരുട്ടി മണ്ടക്കിട്ടപ്പോഴല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പറ. അല്ലേ? നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾക്ക് എന്ത് സൗകര്യം ഉണ്ടായിട്ടാ അവര് നോമ്പെടുത്തത്? അവര് കണ്ണീരോട് പ്രാർത്ഥിച്ച എന്തുകൊണ്ടാ? നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതാ. കാക്കാൻ ഏൽപ്പിച്ചവൻ കാക്കാൻ പോയി. അല്ലേ? കാക്കാൻ ഏൽപ്പിച്ചവൻ കാക്കാൻ പോയി. പറഞ്ഞു, ഇത് തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷഫലവാ, ഇത് സംരക്ഷിച്ചോണം, തൊട്ടുപോകരുത്. ഇന്നത്തെ കുഴപ്പം എന്തറിയോ? ഈ കാക്കാൻ ഏൽപ്പിച്ചവന്മാരൊക്കെ ആരായിട്ട് മാറി? കള്ളന്മാരായിട്ട് മാറി. അല്ലേ? പൊന്ന് ചെമ്പായി, ചെമ്പ് വെള്ളിയായി, അല്ലേ? എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. കാക്കാൻ ഏൽപ്പിച്ചവൻ ആരായിട്ട് മാറി? ആരായിട്ട് മാറി? കള്ളന്മാരായി. കാക്കാൻ ഏൽപ്പിച്ചവൻ കള്ളനാവുക. അല്ലെ? ഖജനാവ് ഏൽപ്പിച്ചാൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. അത് ഇടത്തുകാലയിലായാലും വലത്തുകാലയിലായാലും. അല്ലേ? കാക്കാൻ ഏൽപ്പിച്ചവൻ ആരായി മാറി? കള്ളനായി മാറി. ക്രമം നഷ്ടപ്പെട്ടു. ഇനിയോ കാവലാകേണ്ടവൻ കൊലപാതകനായി. അല്ലേ? കായീൻ ആരെയാ കൊന്നേ? ആരെയാ കൊന്നേ? എന്തിനാ നിന്റെ സഹോദരൻ എന്ന് ചോദിച്ചപ്പോ തിരിച്ചു പറയുന്ന മറുപടി എന്താ? ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ. കാവലായി മാറേണ്ടവൻ കൊലപാതകനായി മാറി. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കാണും കായംകുളത്ത്. അല്ലെ? അപ്പനെയും അമ്മയും പ്രായമാകുമ്പോ നോക്കണ്ടേ ആരാ? ആരാ? മക്കളെ പഠിപ്പിച്ചു. അല്ലെ? എന്താ പഠിപ്പിച്ചത്? ലോ പഠിപ്പിച്ചു, ഭരണഘടന പഠിപ്പിച്ചു, നിയമം പഠിപ്പിച്ചു, നീതി പഠിപ്പിച്ചു, വലിയ വീടുണ്ടാക്കി, വസ്തു ഉണ്ടാക്കി, വിദ്യാഭ്യാസം കൊടുത്തു. വളർത്തിയ അപ്പനെ ആദ്യം വെട്ടിയിട്ടു. താരാട്ടുപാടിയ അമ്മയുടെ വിരലുകൾ
താഴെ അറ്റു വീണു. താരാട്ടുപാടിയ അമ്മയുടെ വിരലുകൾ താഴെ അറ്റു വീണു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. ക്രമം കെട്ടുപോകുന്ന വീടുകളുടെ ദുരന്താവസ്ഥയെ പറ്റിയാണ് ഞാൻ ഈ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തിരി പാടാ, ഇത്തിരി പ്രയാസമാ എന്താ നോമ്പ് നോക്കാൻ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ നിങ്ങളുടെ മക്കളും പ്രാർത്ഥിക്കുകയുള്ളൂ. നിങ്ങൾ വേദപുസ്തകം വായിച്ചെങ്കിലേ നിങ്ങളുടെ മക്കളും വേദപുസ്തകം വായിക്കുകയുള്ളൂ. നിങ്ങൾ നോമ്പ് നോറ്റെങ്കിലേ നിങ്ങളുടെ മക്കളും നോമ്പ് നോക്കത്തുള്ളൂ. നോർത്ത് നോക്കിക്കേ. ഇപ്രാവശ്യം നോമ്പ് മുറിക്കാൻ വേണ്ടി കാത്തിരിക്കുക. 24-ാം തീയതി വൈകുന്നേരം ആകുമ്പോ ഇവിടുത്തെ കാളച്ചന്തയുടെ മുമ്പിൽ, അല്ലെ ഇറച്ചിക്കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കും. എന്താ പറയുന്നത്? നോമ്പ് മുറിക്കാൻ. നോമ്പൂടിയ അല്ലേ? നമ്മൾ നോർത്ത് നോക്കിക്കേ. എത്ര പേര്, ഒന്ന് സ്വയം ചോദിച്ചു നോക്കി, ഇപ്രാവശ്യത്തെ നോമ്പൂടിക കൊണ്ടാടാൻ യോഗ്യതയുള്ള എത്ര പേരുണ്ടെന്ന് ഒന്ന് സ്വയം ചോദിച്ചു നോക്കിക്കേ. അച്ഛാ അത് സാരമില്ല, 24 ദിവസം എന്താ കുറേശ്ശെ കഴിച്ചോളൂ, അന്നത്തെ ദിവസം മൊത്തത്തിൽ കഴിക്കുന്ന ദിവസമാണ്. ഇതാണോ നോമ്പൂടിക? നമ്മളൊന്ന് സ്വയം ഓർത്ത് നോക്കിക്കേ. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രോഗികളും ഗർഭിണികളും വാർദ്ധക്യത്തിരിക്കുന്നവരൊക്കെ ഓക്കെ, പക്ഷേ നോമ്പ് നോക്കാൻ അവസരമുണ്ടായിട്ടും അതിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്? അതുകൊണ്ട് ക്രമം കെട്ടുപോയ, കുത്തിക്കെട്ടഴിഞ്ഞു പോയ എന്റെ വീടിനെ ഒന്ന് നേരെയാക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഇനി ഒരു നോമ്പുണ്ടെങ്കിൽ വേണ്ട, സാരമില്ല, നാളെ മുതൽ ഇന്ന് വരെ എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ മക്കളെ നോമ്പ് പഠിപ്പിക്കണം. എന്റെ വീടിനൊരു ക്രമം ഉണ്ടാകണം. എന്റെ വീടിന്റെ നടുവിലെ അസ്വസ്ഥതകൾ മാറണം. കർത്താവെ, ഇന്ന് വരെ എനിക്ക് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ല. നാളെ മുതൽ എന്റെ കർത്താവിന്റെ ജനപ്പെരുന്നാളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് എങ്ങനെയായിരിക്കും? നോമ്പോട് കൂടിയായിരിക്കും. ദി സെക്കൻഡ് വൺ. അതുകൊണ്ട് നോമ്പ് ക്രമത്തിന്റെ ഉത്സവമാണ്. എന്തിന്റെ ഉത്സവമാണ്? കാരണം വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം 1:2 ക്രമമില്ലാത്തതിനെ ക്രമമാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും എന്താക്കി മാറ്റണം? ക്രമമുള്ളവരാക്കി മാറ്റണം. അതുകൊണ്ട് ദൈവാത്മാവിൽ ക്രമമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നാളെ മുതൽ, ഇന്നത്തെ ദിവസം വരെ നമുക്ക് നോമ്പ് നോക്കിയിട്ടില്ല. നാളെ മുതൽ, അല്ലേ? ചെല്ലു പറയുന്നുണ്ട്, അച്ഛാ മറ്റന്നാൾ മുതൽ. കാരണം ഫ്രിഡ്ജ് വെച്ചേക്കുന്നതൊക്കെ തീരണം. ഓക്കെ, അടുത്ത ദിവസം മുതൽ ആ ഒരു അനുഷ്ഠാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. 2, ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ബികമിങ്. ഇത് ആയിത്തീരലിന്റെ ഉത്സവമാണ്. എന്തിന്റെ ഉത്സവമാണ്? ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ബികമിങ്. ആയിത്തീരൽ, ബീയിങ് ടു ബികം. നമ്മൾ ഇപ്പൊ ആയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഈ മാറാനുള്ള ശേഷി ആർക്കാ ഉള്ളതെന്ന് അറിയാവോ? ആർക്കാ? ഒരു പരൽമീൻ വളർന്നിട്ട് എന്തായി മാറും? പറ. ഒരു പരൽമീൻ വളർന്നാൽ എന്തായി മാറും? ഇത്തിരി വലിയ പരൽമീനാവും, അല്ലേ? ഒരു നീലത്തിമിംഗലം വളർന്നാൽ എന്താവും? വലിയ തിമിംഗലോ. ആന വളർന്നാൽ വലിയ ആനയാകും, അല്ലേ? കുടിയാനയാവോ? ഇല്ല, ആനയാകും, അല്ലേ? അവർക്കൊന്നും മാറ്റമില്ല, അല്ലേ? ഇറ്റ്സ് എ ബീയിങ്. പക്ഷേ ഒരു മനുഷ്യന് ദൈവം തന്ന അവസരമാണ് ആയിത്തീരലിന്റെ അവസരം. ദൈവം മനുഷ്യന് തന്ന സാധ്യതയാണ് എന്തെന്ന് പറയുന്നത്? ആയിത്തീരൽ. നോമ്പ് നമ്മളെ ആകുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. മനുഷ്യന് മാത്രമാണ് ആ കഴിവ് ആര് തന്നിട്ടുള്ളത്? ദൈവം, അല്ലെ? ദൈവ പൈതലായി, ദൈവ മകനായി, ബീയിങ് ടു ബികമിങ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട. കാരണം ദൈവത്തിന് നമ്മളെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് നിയോഗമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. നമ്മൾ ചോദിച്ചത്, എന്റെ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ചാണോ ഞാൻ ഇന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്? ആണോ? നമ്മൾ സ്വയം ചോദിച്ചു നോക്കിക്കേ. ആണോ?
അല്ല. ആയിത്തീരലിന്റെ പാത സഹനത്തിന്റെ പാതയാ. സഹനത്തിന്റെ പാതയാ. ചില സുഖങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇതൊരു ക്രിസ്മസ് കാലാണല്ലോ, അല്ലേ? പ്രസവിച്ച് നാഴികകൾ കഴിഞ്ഞപ്പോഴാ ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞത്, എന്താ, നീ കൊച്ചിനെയും കൊണ്ട് എവിടോട്ട് പോകണം? ഈജിപ്തിൽ പോകണം, മിസ്രൈമിലേക്ക് പോകണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ. മിസ്രൈം എന്ന് പറഞ്ഞാൽ തൃപ്പലഴികത്ത് നിന്ന് ആറുമുറിക്കട പോകുന്ന ദൂരേ ഉള്ളോ? അല്ല. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകണം. പോകണം, അല്ലേ? ആ സമയം എന്ന് പറഞ്ഞാ പ്രസവിച്ചിട്ട് നാഴികളായതേ ഉള്ളൂ. പെറ്റുകിടക്കുന്ന സമയമാണോ? ആണോ അല്ലയോ? ആണ്, അല്ലേ? ഈ ലോകത്ത് പെറ്റുകിടക്കുന്ന സ്ത്രീകള് ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെ ഉള്ളവരാന്നറിയോ? ഉള്ളവരാ, ആ കേരളത്തിൽ ഉള്ളവരാ, അല്ലേ? നമ്മൾ എത്ര ദിവസമാണ് പെറ്റുകിടക്കുന്നേ? അതും സംശയമാ കേട്ടോ. ഗൂഗിളിൽ അടിച്ചു നോക്കണം. എത്ര? ചില അമ്മച്ചിമാര് പറയുന്ന 56. അതെന്താണെന്നറിയോ? പഴയ അമ്മായിയമ്മമാർ 56 വരെ കിടത്തത്തുള്ളൂ. കുത്തി എഴുന്നേപ്പിക്കും, ജോലി ചെയ്യണമായിരുന്നു, അല്ലേ? അതുകൊണ്ട് അവർ എത്ര ദിവസമേ കിടന്നിട്ടുള്ളൂ? 56, അല്ലേ? പക്ഷെ ഇച്ചിരി കാലം പരിഷ്കരിച്ചു വന്നപ്പോ, ഇത്തിരി സ്നേഹമുള്ള അമ്മായിമ്മമാരൊക്കെ ഉണ്ടായി വന്നപ്പോ അവർ പറഞ്ഞു, എത്ര മാസം കിടക്കണം? 3 മാസം. അന്നേരമാണ് നമ്മുടെ സർക്കാർ പറഞ്ഞത് എത്ര മാസം കിടക്കാന്ന്? 6 മാസം, അല്ലേ? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഈ കിടക്കുന്ന കിടപ്പിന് പറയുന്ന പേര് പെറ്റ് കിടക്കുവാന്ന, അല്ലേ? ഈ കിടന്നിട്ട് എഴുന്നേക്കുന്ന ഒരു എഴുന്നേപ്പുണ്ട്, അല്ലേ? ഈ സമയത്ത് എന്താ? ലേഹ്യം, അരിഷ്ടം, കുറുക്കുമരുന്ന്, അല്ലേ? ഇതെല്ലാം കഴിച്ചിട്ടാ എഴുന്നേക്കുന്നേ. ആണോ അല്ലയോ? ഇതെല്ലാം കഴിച്ചിട്ടല്ലേ എഴുന്നേക്കുന്നേ? ആണ്, അല്ലേ? കിടന്ന പോലാണോ എഴുന്നേക്കുന്നേ? ഇല്ല. നടുവേദന മാറാൻ വേണ്ടിയാ തെങ്ങമ്പൂക്കലാതി കഴിച്ചത് കേട്ടോ. പക്ഷെ അന്ന് തുടങ്ങിയ നടുവേദനയാ. ആണോ? അന്ന് തുടങ്ങിയ നടുവേദന ഇല്ലയോ? ആണ്, അല്ലേ? ഈ പെറ്റുകിടക്കാത്ത മാതാവിന് നടുവേദന ഉണ്ടായിരുന്നോ? ഇല്ല. കാൽവരി കയറുമ്പോ മാതാവ് കയറിപ്പോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ എഴുതിയിട്ടുണ്ടോ? നടുവേദന വന്നാറേ അവൾ കാൽവറിയുടെ ഓരത്ത് മാറിയിരുന്നു എന്ന് വല്ലവരും എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇന്ന് തൃപ്പലഴികം പള്ളിയുടെ സ്റ്റെപ്പ് കയറുമ്പം എന്തോ വേദനയാ. അച്ഛാ, എനിക്ക് പള്ളിയിൽ വന്ന് നിൽക്കാൻ വയ്യ. 6 മാസം പെറ്റി കിടന്നിട്ട, അല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒറ്റ ദിവസം പോലും കിടക്കാതെ ഒരമ്മ. അതിന് കാരണം എന്താണെന്നറിയോ? ആ അമ്മ പറയുന്നുണ്ട്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ. ബീയിങ് ടു ബികമിങ്. ദൈവവചനത്തിന്റെ പാതയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാ നമ്മുടെ കർത്താവിന് ഇഷ്ടപ്പെട്ടവരായിട്ട് ആര് മാറുന്നത്? നമ്മൾ മാറുന്നത്. ബീയിങ് ടു ബികമിങ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായി മാറണം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമുക്ക് വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 40. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മൾ ഓർത്ത് നോക്കിക്കേ. നമ്മുടെ കുഞ്ഞാരായി മാറണം എന്ന് നമ്മൾ ചിന്തിച്ചേ. നമ്മൾ ആരായി മാറണം? ഇങ്ങനെ ഇരുന്നാ പോരാ. ഒരു പരൽമീനെ പോലെ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ച് മടങ്ങിപ്പോകേണ്ടവരല്ല. വന്നതുപോലെ മടങ്ങിപ്പോകേണ്ടവരല്ല. നമ്മളെ കുറിച്ച് ആർക്ക് പ്രതീക്ഷയുണ്ട്? നമ്മുടെ കർത്താവിന് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ബീങ്, അല്ലെ? ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആത്മാവിന് വേണ്ടത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആത്മാവിന് കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളിപ്പോ എന്തിനെ പരിപോഷിച്ചുകൊണ്ടിരിക്കുക? ശരീരത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? നമ്മൾ അവസാനം നമ്മുടെ ഈ ശരീരം കൊണ്ട് പോകുന്നൊരു പോക്കുണ്ട്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ശരീരം കൊണ്ട് നമ്മൾ എവിടെയാ പോന്നേ? സെമിത്തേരിയിലേക്ക്, അല്ലേ? നമ്മൾ നേടിയതൊക്കെ എവിടെ ഇട്ടിട്ടാ പോന്നേ? അപ്പൊ അവസാനത്തെ യാത്രയ്ക്കൊപ്പം വരുന്ന എന്താ? ആത്മാവിന് കൊടുത്തത് മാത്രമേ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്തിന്? ബീയിങ് ടു ബികമിങ്. ഈ നോമ്പ് നമ്മളെ വിളിച്ചേക്കുന്നത്, എന്റെ മകനെ, മകളെ, നിന്നെ കുറിച്ച് എനിക്ക് ചില ചിന്തകൾ, എനിക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിനനുസരിച്ചേക്ക് നീ ഒന്ന് മാറ്റപ്പെടണം. അതിനനുസരിച്ചേക്ക് നീ നിന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം.
അതിന് തക്കവണ്ണമാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ വഴികൾ സഹനത്തിന്റെ വഴികളാ. നിനക്ക് പെറ്റുകിടക്കുവാൻ, നിനക്ക് സ്വസ്ഥമായി കിടക്കാൻ ചില ഇടങ്ങളില്ലാതായി വരും. പ്രസവിക്കാൻ ഇടമില്ലാതെ വരും. അല്ലേ? നോക്കിക്കേ, ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാ. പ്രസവിക്കാൻ എന്തില്ല? ഇടമില്ല. പെറ്റുകിടക്കാൻ, സ്വസ്ഥമായിട്ട് കിടക്കാൻ ഒരു സ്ഥലമില്ല. അല്ലേ? സ്വസ്ഥമായി ഇരിക്കാൻ ഒരിടമില്ല. നമ്മളൊന്നോർത്തു, നമ്മുടെ അസ്വസ്ഥതകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പഴിച്ചു പറയാൻ പോലും തയ്യാറാകുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകാം. എന്നാൽ അവിടെയും നമുക്ക് പറയാൻ നമുക്ക് സാധിക്കണം, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മെ കുറിച്ച് ചില നിയോഗങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആകേണ്ടതുപോലെ ആകുവാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോ എന്തായി മാറുമെന്നറിയാമോ? ഇപ്പൊ നമ്മുടെയൊക്കെ ഉള്ളില് നമുക്കറിയാം, ഞാൻ എന്നതിനെ കുറിക്കാൻ വേണ്ടി നമ്മുടെ അല്ലേ ഐ എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുന്നത്. അല്ലേ? അല്ലേ? നമ്മൾ ഓർത്താക്കിയേ, നമ്മളിപ്പോ ഏറ്റവും അധികം പരിപോഷിപ്പിക്കുന്ന ആരെയാ? ഞാൻ, ഐ. അല്ലേ? ഈ ഐ എന്ന് പറയുന്ന അക്ഷരം, ചെറിയ അക്ഷരം നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെ എഴുതുന്നത്? എന്തുവാ? ഒരൊന്നിട്ടിട്ട് മേളിലൊരു കുത്തും കൊടുക്കും. അല്ലേ? പല്ലിക്കാട്ടം പോലെ ഇരിക്കും ശരിക്കും പറഞ്ഞ. അല്ലേ? ഐ എഴുതുന്നത്. പക്ഷേ ആ ഐ തിരിച്ചിടുമ്പോ എന്തായിട്ട് മാറും? ആ ഐ തിരിച്ചിടുമ്പോ എന്തായി മാറും? എക്സ്ക്ലമേഷൻ മാർക്കായിട്ട് മാറും. ഇന്ന് നമ്മൾ പരിപോഷിപ്പിക്കുന്നത് ഐ എന്ന് പറയുന്ന എന്നെയാണെങ്കിൽ, ഞാൻ പറയുന്നു, ഈ നോമ്പ് കാലത്ത് നിങ്ങളെ ഒന്ന് കർത്താവിന് ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് തിരിച്ചിട്ടേ, നിങ്ങൾ എന്തായിട്ട് മാറും? നിങ്ങൾ എന്തായി മാറും? എക്സ്ക്ലമേഷൻ ആയിട്ട്, ഒരു അത്ഭുതമായി മാറും. സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, ഇവിടുന്ന് പോയി നാളെ മുതൽ എന്തു തുടങ്ങും? ഞാൻ ഈ ലോകത്തിന്റെ നടുവിൽ ഒരു എക്സ്ക്ലമേഷൻ ആകാൻ, ഒരു അതിശയമായി മാറാൻ, എന്റെ കുടുംബം ക്രിസ്തുവിനെ അനുഗമിച്ച ഒരു അതിശയമായി മാറാൻ ഞാൻ ഇപ്രാവശ്യം എന്ത് നോക്കും? നോമ്പ് നോക്കും. കാരണം ഞാനൊരു പരൽമീനല്ല, ഞാനൊരു ആനയല്ല, ഞാനൊരു നീലത്തിമിംഗലം അല്ല, ഞാനൊരു ശ്വാനലല്ല, ഞാനൊരു കാക്കയല്ല. അവർക്കൊന്നും ബിക്കമിങ് ഇല്ല. പക്ഷേ ദൈവം എനിക്ക് തന്ന ഏറ്റവും ശക്തമായ ചിന്തയാണ്, ഞാൻ ആയിത്തീരേണ്ടതുപോലെ ആകണം. അങ്ങനെ ആയിത്തീർന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. ആയിത്തീർന്ന മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ഓർക്കുക, ഡിസംബർ മാസം 18-ാം തീയതി സ്ലീഹ രക്തസാക്ഷിയാകുമ്പോ സ്ലീഹയ്ക്ക് പറയാം, ബീങ് ടു ബിക്കമിങ്. ഈ പെരുന്നാൾ എന്തിന്റെ? ഈ നോമ്പ് എന്തിന്റെ ആയിത്തീരണം? ആയിത്തീരലിന്റെ ഉത്സവമായി തീരണം. ഒന്നാമത് നമ്മൾ ചിന്തിച്ച എന്താ? ഈ നോമ്പ് എന്തിന്റെ ഉത്സവം? ക്രമത്തിന്റെ ഉത്സവമാണ്. രണ്ടാമത് എന്താ? ആയിത്തീരലിന്റെ, ബീങ് ടു ബിക്കമിങ്, അതിന്റെ ഉത്സവമാണെന്നുള്ള കാര്യം പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് നമ്മൾ ഓർക്കുക, പ്രിയപ്പെട്ടവരെ, ഇത് ക്ഷമയുടെ ഉത്സവമായിട്ട് മാറണം. ക്ഷമയുടെ ഉത്സവമായിട്ട് മാറണം നോമ്പ്. ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ഫോർഗീവ്നെസ്. ക്ഷമിക്കുക. എന്താണ് ക്ഷമിക്കുക? ഫോർഗീവ്നെസ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലേ? നമുക്ക് കടങ്ങളുടെ മോചനം വേണം. കടങ്ങളുടെ മോചനം വേണം. എന്താ ഈ കടം? ഗ്രാമീൺ ബാങ്കിൽ നിന്ന് എടുത്ത ലോണാണോ? അല്ല. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കടമെന്ന് പറയുന്നത്. അല്ലേ? വീട്ടിൽ അപ്പനും അമ്മയും കിടപ്പുണ്ട്, നേരെ നോക്കുന്നില്ല. എന്താ? കടമാണ്. സഹോദരങ്ങളോട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നില്ല. എന്താ അത്? കടമാണ്. അല്ലേ? കടം വേണം. പാപങ്ങൾ എന്താ? ചെയ്യരുതാത്തത്
ചെയ്യുന്നതാണ്. അപ്പൊ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് കടം, ചെയ്യരുതാത്തത് ചെയ്യുന്നത് പാപം. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് നോക്കിക്കേ, എനിക്ക് എന്ത് കടമുണ്ടെന്ന് നോക്കിക്കേ. കടം വല്ലതും ഉണ്ടോ? ഉണ്ടോ? കടം വല്ലതും ഉണ്ടോ? ജീവിത വഴിയിൽ ഇത്രയും കാലം പിന്നിടുമ്പോൾ എന്റെ കടം അല്ലേ? കരുണക്കടലേ അല്ലേ? നോക്കൂ, അതിനകത്ത് എന്റെ കടങ്ങൾ പെരുകി അല്ലെ, പാപം പെരുകി. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, കടങ്ങൾ, നമ്മുടെ കടം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ വിചാരിക്കുന്ന അറിയോ, അച്ഛാ ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്കൊരു ലോണും ഇല്ല. അതല്ല കടം. നീ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇന്ന് ചെയ്യാതിരിപ്പുണ്ട്. കടമായിട്ട് നിന്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. നീ ചെയ്യരുതാത്തത് എന്തൊക്കെയോ ചെയ്തു പോയി. ഇതിന് മോചനം കിട്ടണമെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഇതിന് മോചനം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അല്ല, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന ലോർഡ്സ് പ്രയറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടക്കാരാരാ? നമ്മുടെ കടക്കാരാരാ? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യാത്തതൊക്കെ എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്? എവിടെ സൂക്ഷിച്ചു വെച്ചേക്കുക? എന്റെ മകൻ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ അവരെന്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ടില്ല അല്ലേ? പിന്നെ നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടുവന്ന നാളില് നിങ്ങളുടെ അമ്മയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്, എനിക്ക് എന്ത് തന്നില്ല? പരിഗണന. ഇപ്പോഴും എന്തു പറഞ്ഞുകൊണ്ടിരിക്കുക? ഇതും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനി ഒരു വയറ്റിൽ പറഞ്ഞ സഹോദരങ്ങളാ പരസ്പരം മിണ്ടാത്തവരുണ്ട് അല്ലെ? ഒരു പള്ളിക്കാരാ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നത്, സംസാരിക്കാത്തവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കടങ്ങൾ തീരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട് അല്ലേ? നമ്മുടെ പാപങ്ങൾ മോചിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യണം? ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ഫോർഗീവ്നെസ്. നീ ക്ഷമിക്കാൻ, നീ പരിഭവം പറയാൻ വേണ്ടിയല്ല, നീ കടങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയല്ല നിന്റെ മനസ്സ്. മറിച്ച് എന്ത് വേണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രതികാര വാഞ്ചന നോക്കിക്കേ. കർത്താവിനെ പിടിക്കാനായിട്ട് പത്രോസിന്റെ അടുത്ത് വരുമ്പോ, പത്രോസ് അടുത്ത് ഇപ്പോ ഉണ്ട്, കർത്താവിന്റെ അടുത്ത് വരുമ്പോ അവന്റെ ഉറയിൽ കിടന്ന വാളെടുത്ത് ആരുടെ കാതർത്തു? മഹാപുരോഹിതന്റെ ഭൃത്യന്റെ കാതർത്തു. അവർ പറയുന്നുണ്ട്, പത്രോസേ വാളെടുക്കുന്നവൻ വാളാൽ. എന്നിട്ട് ആ ചെവി തിരിച്ചു കൊടുക്കുക. എന്നിട്ട് അവനെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് കേട്ടോ. ചെവി എടുക്കാൻ വേണ്ടിയല്ല, ചെവി കൊടുക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. ചെവി എടുക്കാൻ വേണ്ടിയല്ല, ചെവി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള എത്ര പേരുണ്ട് ഇവിടെ? നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇന്ന് നിനക്ക് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ആവശ്യമാണോ? കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ആവശ്യമാണോ? ആണ്. എങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന്, കാരണം ഇപ്പോ പ്രായമൊന്നും ഒരു വിഷയമേ അല്ല. എത്രയോ ചെറുപ്പക്കാരാ 34 വയസ്സ്, 35 വയസ്സ്, 21 വയസ്സ്, 28 വയസ്സ് ഉറങ്ങാൻ കിടക്കുന്നതാ. രാവിലെ എഴുന്നേൽക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന്, നാളെ രാവിലെ ഞാൻ ഉണരുമെന്ന് യാതൊരു ഉറപ്പും ആർക്കില്ല? നമുക്കില്ല. യാതൊരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയില്ല. നാളത്തെ ദിവസം ഇപ്പൊ എവിടെ ഇരിക്കുന്നു? കസേരയിലിരിക്കുന്നു. നാളെ നമ്മൾ എവിടെ കിടക്കും? എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ നിന്ന് പോകുമ്പോ ഈ കടവും ഇതിന്റെ ഭാരവുമായിട്ട് പോയാൽ മതിയോ? ഇല്ല. കാരണം എന്തറിയോ?
നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. കടങ്ങൾക്കപ്പുറത്ത് നമ്മളെ കരുതുന്ന ഒരു കർത്താവ്. കടങ്ങൾക്കപ്പുറത്ത്. കാരണം ഇത്രയധികം മനസ്സ് കാലുഷ്യം നിറഞ്ഞതായിട്ടും, തിന്മ നിറഞ്ഞതായിട്ടും, പാപങ്ങൾ കുടിയിരുന്നിട്ടും, ക്ഷമിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടും നമ്മളോട് ആര് പുറത്തുകൊണ്ടിരിക്കുക? ആര് പുറത്തുകൊണ്ടിരിക്കുക? കർത്താവ് പുറത്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്ത ശരിക്കും നമുക്ക് ലഭിച്ച മെറിറ്റ് നമ്മളൊന്ന് ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ. ഞാന് കുറച്ചാൾ മുമ്പ് ഒരു ക്യാൻസർ ബാധിതയായ ഒരു കുട്ടിയെ കാണാൻ പോയി. 13 വയസ്സ്. അവർക്ക് ക്യാൻസർ വായിൽ തുടങ്ങി, തൊണ്ടയ്ക്ക്. അതിന്റെ ഒരു 4th സ്റ്റേജ്. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് അമ്മ ഭക്ഷണം കൊടുക്കുക. അപ്പം കുറച്ചാൾ കൊണ്ട് ഭക്ഷണം ഇറക്കാനായിട്ട് പ്രയാസം. പക്ഷെ ഈ കൊച്ചിന് ചോറുണ്ട് ഒത്തിരി കാലമായി. ലിക്വിഡായിട്ടുള്ളതാ കൊടുക്കുന്നത്. അപ്പൊ അന്ന് ആ കുട്ടി പറഞ്ഞു, അമ്മ എനിക്ക് ഇത്തിരി ചോറ് വേണം, അമ്മ എനിക്ക് ഇത്തിരി ചോറ് വേണം. ആ അമ്മ ഇത്തിരി ചോറ് നന്നായിട്ട് വേവിച്ച് അതിലേക്ക് മോരൊഴിച്ച് ഉടച്ച് വാരി വായിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ ചെല്ലുമ്പോ ഈ കുഞ്ഞ് ഈ ചോറിറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യം ശ്രമിക്കുമ്പോഴും അതിന്റെ കണ്ണ് തള്ളി പുറത്തോട്ട് വരിക. കാരണം ചോറിറക്കാനായിട്ട് പറ്റുന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റ് കഠിന പ്രയത്നം ചെയ്തതിന് ശേഷം ഒരിറക്ക് ചോറ് അതിനിറക്കാൻ പറ്റി. ആ ചോറിറക്കുന്ന സമയത്ത് ആ 13 വയസ്സുകാരി കുഞ്ഞ് പറഞ്ഞ ഒരു ഒറ്റ വാചകമേ ഉള്ളൂ, കർത്താവേ സ്തോത്രം. ഒരിറക്ക് ചോറിറക്കിയപ്പോൾ ആ കുഞ്ഞ് കണ്ണുനീരോടെ പറയുകയാണ്, കർത്താവേ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ എത്ര ഉരുള ചോറ് നമ്മൾ ഉരുട്ടി എങ്ങോട്ട് വിട്ടിട്ടുണ്ട്? എവിടോട്ട് വിട്ടു? വയറ്റോട്ട് വിട്ടു. ഒരു തടസ്സമില്ലാതല്ലേ ഇറങ്ങിപ്പോയത്? ആണോ? ആണ്. എത്ര ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചു? നമ്മൾ ഓർത്ത് നോക്കിക്കേ, എത്ര ഗ്ലാസ് വെള്ളം നമ്മൾ ഇന്ന് കുടിച്ചു? ഒരു തടസ്സവും ഇല്ലാതെ അല്ലേ നമ്മുടെ ഉള്ളിലേക്ക് എന്തിറങ്ങിപ്പോയത്? വെള്ളം ഇറങ്ങിപ്പോയത്. 13 വയസ്സുകാരിയായ കുട്ടി. ആ കുട്ടി 1 മാസം കഴിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ തടസ്സമില്ലാതെ ഒരിറ്റ് വെള്ളം ഇറക്കാൻ എനിക്ക് കൃപ തന്നതിന് സ്തോത്രം. തടസ്സമില്ലാതെ ഒരുള്ള ചോറ് എന്റെ തൊണ്ടയ്ക്ക് കീഴേക്ക് ഇറങ്ങിപ്പോകുമ്പോ തമ്പുരാനെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്രക്കേ ഉള്ളൂ നമ്മൾ. ഈ രാത്രി നമ്മുടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, കുഞ്ഞേ നിന്റെ കടങ്ങളും പാപങ്ങളും മോചിക്കണം. പറയുന്നുണ്ടോ? വലിയ വാഗ്ദാനോ പറഞ്ഞിരിക്കുന്നേ. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ നോക്കിക്കേ, നിന്റെ പാപം എനിക്കൊരു വിഷയമല്ല. നീ കൊലപാതകനായിക്കൊള്ളട്ടെ, നീ ലോകത്തിന് മുമ്പിൽ റിബലായിക്കൊള്ളട്ടെ, ആർക്കും വേണ്ടാത്തവനായിക്കൊള്ളട്ടെ, എന്റെ കുഞ്ഞെ ഞാൻ നിനക്ക് തരുന്ന സ്വാതന്ത്ര്യ. നിന്റെ പാപം എത്ര കഠിനമേറിയതാണെങ്കിലും ഞാൻ നിന്നോട് പൊറുക്കും. ഇനിയും ആ കർത്താവിന്റെ നേരെ മുഖം തിരിഞ്ഞ് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നാളെ രാവിലെ നമ്മൾ ഉണരുമെന്ന ഒരു ഗ്യാരണ്ടിയില്ല. സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ, കമ്മിറ്റിക്കാർ തമ്മിൽ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, ഇവിടെ ഒന്നും കാണത്തില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. അയൽക്കാർ തമ്മിൽ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ, അറിവിന്റെ ഗർവും അഹന്തയുടെ മതവും അഹന്ത വിട്ടെറിഞ്ഞ് തലക്കനം വിട്ടെറിഞ്ഞ്, കാരണം ഓർത്ത് നോക്കിക്കേ, ഒരുള്ള ചോറ് ഇറക്കുവാൻ ദൈവം തരുന്ന കരുണയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, സഹോദര എനിക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലെ എനിക്ക് വീഴ്ച പറ്റിപ്പോയി, അല്ലെ നമ്മൾ തമ്മിൽ പിണങ്ങിയിരിക്കേണ്ടതല്ലായിരുന്നു, എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞ് നിരപ്പാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നോമ്പ് തുടങ്ങുന്നത് ശുഭക്കോനോയിലാണ്, ഒരു നോമ്പ് അവസാനിക്കുന്നതും ശുഭക്കോനോയിലാണ്. അത് വലിയ നോമ്പിന് മാത്രമല്ല, നമ്മുടെ ഓരോ നോമ്പിന്റെയും അടിസ്ഥാന ചിന്ത അതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പാപം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്
അതുകൊണ്ട് മഹാത്മാഗാന്ധി പറയുന്നത് the weak can never forgive. Forgiveness is the attribute of strong എന്ന് പറയുന്നത്. അതായത് ധീരനായ ഒരു മനുഷ്യന് കൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്വഭാവമാണ് എന്നു പറയുന്നത്. ഭീരുക്കൾക്കോ അല്ലെങ്കിൽ കപടർക്കോ ക്ഷമിക്കാനായിട്ട് കഴിയത്തില്ല. ധീരന്മാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും നിങ്ങളുടെ മഹിമ വർദ്ധിക്കും. തമ്പുരാൻ നിങ്ങൾക്കുമേൽ കൃപ ഇറങ്ങി ആവസിക്കും. ഓർത്ത് നോക്കിക്കേ, എന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിച്ചും ദേഷ്യപ്പെട്ടും പകവെച്ചും നമ്മളിങ്ങനെ ജീവിക്കുന്നത്? ഒരു നിമിഷം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ദേഷ്യപ്പെടുമ്പോൾ ഉള്ള അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയും, ഒരാൾ കോപിക്കുമ്പോൾ ഉണ്ടല്ലോ, അയാള് അന്ധനാണ്, ബധിരനാണ്. ആണോ അല്ലയോ? കോപിക്കുന്ന ഒരാൾ അന്ധനും ബധിരനുമാണ്. ആണോ അല്ലയോ? ആണ്. ദേഷ്യപ്പെടുമ്പോ വഴക്കിടുമ്പോ എങ്ങനെയാ പരസ്പരം സംസാരിക്കുന്നേ? പതുക്കെയാണോ ഒച്ചത്തിലാണോ? എങ്ങനെ? ഒച്ചത്തില്ല. എന്തുകൊണ്ട്? അടുത്ത് നിൽക്കുന്ന ആൾക്ക് ചെവി കേൾക്കാത്തോണ്ടാണോ? ആണോ? അടുത്ത് നിൽക്കുന്ന ആൾക്ക് ചെവി കേൾക്കാത്തോണ്ടാണോ ദേഷ്യപ്പെടുമ്പോ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? ആണോ? ഭാര്യയുമായിട്ട് ദേഷ്യം വഴക്കുണ്ടാക്കുമ്പോ എങ്ങനെ സംസാരിക്കുന്നത്? എടി തങ്കമ്മേ, ആണോ? അല്ല. പിന്നെ എങ്ങനെ സംസാരിക്കുന്നേ? ഒച്ചത്തില്ല. തങ്കമ്മയ്ക്ക് ചെവി കേൾക്കാത്തോണ്ടാണോ? അല്ല. പിന്നെ ആർക്കാ ചെവി കേൾക്കാത്തത്? തങ്കച്ചന് ചെവി കേൾക്കാതായി ദേഷ്യപ്പെട്ടപ്പോ. അല്ലേ? നമ്മൾ നോർത്ത് നോക്കിക്കേ. ചെവി കേൾക്കാതെ വരുമ്പോഴല്ലേ നമ്മൾ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? ആണോ അല്ലയോ? നിങ്ങളുടെ രണ്ട് ചെവിയിലും രണ്ട് ബണ്ടിൽ പഞ്ഞി ഒന്ന് കുത്തിക്കയറ്റി വെച്ചിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. പതുക്കെ ആയിരിക്കോ സംസാരിക്കുന്ന? ഒച്ചത്തിലായിരിക്കോ? അപ്പൊ ദേഷ്യം വരുന്ന ആള് ഒച്ചത്തിൽ സംസാരിക്കുന്നതിന്റെ കാരണം അയാൾക്ക് എന്ത് കേൾക്കത്തില്ല? ചെവി കേൾക്കത്തില്ല. അല്ലേ? അതുകൊണ്ടാണ് ഒച്ചത്തിൽ സംസാരിക്കുന്നത്. ഇനി അയാൾക്ക് ഈ ദേഷ്യം വരുമ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് നമ്മൾ കാണൂ? ഇല്ല. അന്നേരം എന്താ? പണ്ട് കെട്ടിക്കൊണ്ട് വന്ന പോലെ ഇങ്ങോട്ട് വരെയുള്ള മുഴുവൻ ചരിത്രവും എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, അച്ഛാ ഇപ്പൊ ഒന്നും പഴയതുപോലെ എന്ത് വരുന്നില്ല, ഓർമ്മയില്ല. അല്ലേ? പക്ഷേ കോപം വരുമ്പോ നമുക്കെല്ലാം എന്തു വരും? നിങ്ങളുടെ ചരിത്രം എന്നെ കൊണ്ട് 10ാം ക്ലാസ്സിൽ ചരിത്രത്തിന് 14 കിട്ടിയില്ല. അല്ലേ? പക്ഷേ കോപം വരുമ്പോ നമുക്ക് എന്ത് ഓർമ്മ വരും? ചരിത്രം. മുമ്പിൽ നിൽക്കുന്ന ആളെ ഓർമ്മ കാണൂ? ഇല്ല, കാണത്തില്ല. വരുന്നെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോ നമ്മുടെ കാഴ്ചയും കിട്ടും. കിട്ടുമോ? കിട്ടും. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത്രയും ഒച്ചത്തിൽ. പിന്നെ ജെല്ല് തുറന്ന് നോക്കും, അയൽക്കാർ വല്ലതും കേട്ടോന്ന്. അല്ലെ? അന്നേരം നമുക്ക് കേൾവിയില്ലാത്തോണ്ട് അയൽക്കാര് കേൾക്കുമോ നമ്മൾ ചിന്തിക്കുവോ? ഇല്ല. മുമ്പിലുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെടും. വരാനുള്ളതൊക്കെ പറയും. ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നത്? കുറ്റബോധം. ഇങ്ങനെ കോപിക്കുമ്പോ, ഇങ്ങനെ പ്രതികാരം സൂക്ഷിക്കുമ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കേൾവിയാണ്, കാഴ്ചയാണ്. അതിന് നമുക്ക് അതിന് മാർഗമുണ്ട് കേട്ടോ. ഇങ്ങനെ കോപിക്കുന്നത് ഒന്ന് ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ തലയ്ക്കകത്തെ എന്തുണ്ട്? ഇരിപ്പ് കണ്ടിട്ട് ഒന്നുമില്ല നമ്മട്ടില്ല. എന്തുണ്ട്? എന്തുണ്ട്? തലച്ചോറുണ്ട്. എന്തുണ്ട്? ബ്രെയിൻ. ഈ ബ്രെയിനകത്തൊരു സാധനമുണ്ട് കേട്ടോ. എന്റെ പേരെന്താണെന്നറിയോ? അമിഗ്ഡാല. എന്തുവാ? അമിഗ്ഡാല. കേട്ടിട്ടുണ്ടോ? ഇല്ല കർത്താവേ, എന്തെല്ലാം ചുമന്നോണ്ടായി നടക്കുന്നേ? അല്ലേ? ഇതുവരെ ശരീരത്തിലുള്ള ഒരു സാധനത്തിന്റെ പേര് പോലും നമുക്ക് അറിയത്തില്ല. ഹിപ്പോ ക്യാമ്പസിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്? അമിഗ്ഡാല. പോയി ഒന്ന് നോക്കണം, കർത്താവേ എന്റെ അമിഗ്ഡാല എവിടാന്ന്. അല്ലേ? നമുക്ക് ഈ ദേഷ്യം വരുമ്പോ ഉണ്ടല്ലോ, ആദ്യം നമ്മുടെ എമർജൻസി റെസ്പോൺസ് ഉണ്ടാകുന്ന എവിടാന്നറിയാവോ? എവിടെ? എമർജൻസി റിയാക്ഷൻ അമിഗ്ഡാലയില. അവിടുന്നാണ് മെസ്സേജ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അഡ്രിനാലിനും കോർട്ടിസോണും അങ്ങ് ഉണരും. അഡ്രിനാലിനും ഈ അഡ്രിനാലിനും കോർട്ടിസോണും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന 2 ഹോർമോണാണ്. അല്ലേ? ഇതങ്ങോട്ട് ഉണർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ തലമുടി എഴുന്നേറ്റ് നിൽക്കും. കോപിക്കുന്ന ആളുടെ തലമുടി എങ്ങനെയാ നിൽക്കുന്നത്? ഒരു ജെല്ലും പുരട്ടണ്ട. അല്ലേ? എങ്ങനെ നിൽക്കുന്നത്? പെട്ടെന്ന് പ്രതികരിക്കാൻ തക്കവണ്ണം തയ്യാറാകും. എന്നാൽ ഈ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ ഒരു സാധനം നമ്മുടെ തലച്ചോറ് തന്നെ ഉണ്ട്. പക്ഷെ അമിഗ്ഡാലയിൽ നിന്ന് മെസ്സേജ് എങ്ങോട്ട് പോണെന്നറിയാവോ? പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന എവിടാണ്? നെറ്റിഭാഗം. നെറ്റിക്ക് പുറകില്ല,
അവിടെ വെച്ചാൽ നമ്മൾ വിവേകം ഉണ്ടാകുന്നു, ചിന്തിക്കുന്നു, ആലോചിച്ച് മറുപടി പറയുന്ന എവിടെ കൊണ്ടാ? ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വെച്ച്. അതുകൊണ്ടാണ് ഈ നെറ്റി വലിയ മനുഷ്യര് വലിയ ചിന്താഗതി ഉള്ളവരാണ്. അതുകൊണ്ടാ ഈ മുടിയൊക്കെ വെട്ടി മുമ്പോട്ടിട്ടെന്ന് പറഞ്ഞാൽ, കാരണം അവിടെ എന്ത് കിട്ടണം? സൂര്യപ്രകാശമൊക്കെ കിട്ടണം. അതിന്റെ പുറത്ത് പൊട്ടു ഒന്ന് പിടിച്ച് വെക്കരുത്, സിന്തറ്റിക് പൊട്ടൊന്നും പിടിച്ച് വെക്കരുതെന്ന് പറയുന്നതിന്റെ കാരണം അതാ. അപ്പൊ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പം എന്ത് ചെയ്യും? അമിഗ്ഡാല എന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് എന്ത് ചെല്ലും? മെസ്സേജ് ചെല്ലും. ഈ മെസ്സേജ് ചെല്ലാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എത്ര സമയമാണെന്നറിയാവോ? 5 സെക്കൻഡ്, 5 സെക്കൻഡ്. അതുകൊണ്ടാണ് യോഗയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ, കോപിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് പറയുന്നത് അറിയാവോ? നിങ്ങൾ ബ്രീത്തിങ് ചെയ്യണം. മേപ്പോട്ടും കീപ്പോട്ടും ഒരു 5 പ്രാവശ്യം എന്തെടുത്ത് വരണം? ശ്വാസം വേണം. എന്തിനായി പറയുന്നത്? അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്താണെന്നറിയാവോ? എന്താ? 10 പുറകോട്ട് 9, 8, 7, 6, 5, 4, 3, 2, 1. ഈ 1 വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം അങ്ങ് മാറും. അല്ലെ? സിറ്റ് ഔട്ട് ഇരുന്ന് അച്ചായൻ ഒരു ചൊറിയുന്ന വർത്താനം പറയുമ്പോൾ അടുക്കളയിൽ നിന്ന് എത്ര ചൊറിയുന്ന വർത്താനം പറയും? 2. ഇത് പറയുന്ന സ്വഭാവം അങ്ങ് മാറും. കാരണം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ എത്തുമ്പോൾ ആലോചിച്ചേ നമ്മൾ എന്തു പറയാറുള്ളൂ? മറുപടി പറയാറുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചാൾ മുമ്പ് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്, പ്രായമുള്ള ഒരു അമ്മച്ചിയുണ്ട്. അപ്പച്ചന് വയസ്സ് 87, അമ്മച്ചിക്ക് വയസ്സ് 82. ഞാൻ ചെല്ലുന്ന സമയത്ത് പൂരാ വഴക്ക് കിടക്കുക, ഭയങ്കര വഴക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും ഇല്ലാത്ത വാക്ക് ഉപയോഗിച്ച രണ്ടുകൂടെ പറഞ്ഞോണ്ട് ഇരിക്കുന്നേ. അപ്പൊ ഞാൻ ചെയ്ത് കോളിംഗ് ബെല്ല് ഞെക്കി നോക്കിയപ്പോ ഉണ്ട് അമ്മച്ചി പതുക്കെ വന്ന് കഷ്ടം മാറ്റി നോക്കിയപ്പോ അച്ഛനാ നിൽക്കുന്നത്. ഇത്തിരി നേരത്തേക്ക് പിന്നെ അവിടെ അനക്കൊന്നും കേൾക്കുന്നേ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് വന്ന് കതക് തുറന്നു നോക്കുമ്പോ ഉണ്ടല്ലോ സമാധാനത്തിന്റെ 2 വെള്ളരിപ്രാവുകൾ വാതിൽ തുറന്നു വരിക. സമാധാനത്തിന്റെ 2 വെള്ളരിപ്രാവുകൾ. അപ്പൊ ഞാൻ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ അപ്പച്ചന് ശ്വാസം മുട്ടൽ. എന്താണെന്നറിയാവോ? അമ്മച്ചി പറഞ്ഞതിന്റെ ഒരു കൗണ്ടർ തിരിച്ചു പറയാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചെന്നു. ഈ കൗണ്ടർ തിരിച്ചു പറയാൻ പറ്റാതെ വരുന്ന ശ്വാസം മുട്ടലേ സ്പ്രേ അടിച്ചാ മാറുവോ? മാറത്തില്ല. അപ്പച്ചൻ കീഴ്മേൽ ഇരുന്ന് വലിക്കുക. ഞാൻ പറഞ്ഞു അപ്പച്ച പതുക്കെ ഇരുന്ന് ശ്വാസം എടുത്തു വിടാൻ പറഞ്ഞു. ഇച്ചിരിയേറെ ശ്വാസം എടുത്തു വിടഞ്ഞപ്പോ ശാന്തമായി. കുറച്ചേരം വർത്താനം പറഞ്ഞു. ഞാൻ ഇഞ്ഞു പോരുന്നതിന് ശേഷം അവർക്ക് പഴയതുപോലെ വഴക്കിടാൻ പറ്റുമോ? നിങ്ങൾ പറ, പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? കണ്ടിന്യൂഷൻ അല്ല, അമിഗ്ഡാല ഉറങ്ങി. എന്തുറങ്ങി? അമിഗ്ഡാല ഉറങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പഴയതുപോലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇനി വഴക്കിടുമ്പോ ഒരാള് ഒന്നുകിൽ ബാത്റൂമിലോ മുറിയിലോ കയറി 5 മിനിറ്റത്തേക്ക് കഥ അടച്ചങ്ങ് ഇരിക്കണം. കർത്താവേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് കുറിയലായിസോൻ പറഞ്ഞോടങ്ങി ഇരുന്നോണം. അതോടുകൂടി ആരുറങ്ങിക്കോളും? നിങ്ങളുടെ അമിഗ്ഡാലായും ഉറങ്ങും, അച്ചായന്റെ അമിഗ്ഡാലായും. വീട്ടിൽ എന്ത് കിട്ടും? സമാധാനം കിട്ടും. അപ്പൊ ഓർത്ത് നോക്കിക്കേ, ഇന്ന് ഈ രാത്രിയില് ഈ പ്രതികാരവും ഇത്തരം കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത മനുഷ്യരെയൊക്കെ കാണുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയിൽ ഒരു വലിയ മാറ്റം വേണം. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 3:13 ഒന്ന് വായിച്ചേ. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ചെയ്യുവീൻ. നോക്കിക്കേ, ഈ വാക്യം ഈ രാത്രിയിൽ, ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ധ്യാന വാക്യമായിട്ട് മാറണം. ഈ പെരുന്നാളിന്റെ റാസയ്ക്ക് വരുമ്പോ ഉണ്ടല്ലോ, പരസ്പരം മിണ്ടാത്ത ഒരാൾ പോലും ഇന്നത്തെ റാസയ്ക്ക് കാണരുത്. പരസ്പരം മിണ്ടുന്ന, പരസ്പരം സ്നേഹിക്കുന്ന. കാരണം നാളെ രാവിലെ ഉറങ്ങുമെന്ന് ഓരോറപ്പുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവേ ഞങ്ങളുടെ കടക്കാരോട് ഒന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും. എത്ര കൊല്ലം കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മളോട് തമ്പുരാൻ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം എന്താ? അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഏത് സ്റ്റേറ്റ്മെന്റാ? കർത്താവേ
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുക. ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ഫോർഗീവ്നെസ്. ഈ രാത്രി തമ്പുരാനെ, നാളെ അങ്ങനെ പ്രഭാതം ഉണ്ടെങ്കിൽ ആര് ജയിച്ചു തോറ്റു എന്നുള്ളതല്ല, ഒരു വയറ്റി പറഞ്ഞ കൂടപ്പുറപ്പുകളാ മിണ്ടാതെ ഇരിപ്പുണ്ട്. നമുക്ക് പരസ്പരം ക്ഷമിക്കാം. ആ ക്ഷമയുടെ ബലത്തിൽ കരുത്ത് പ്രാപിക്കാം. നിങ്ങളുടെ ജീവിതത്തിന് മഹത്വവും മഹിമയും ഉണ്ടാകും. അടുത്തത്, ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് സൈലൻസ്. നോമ്പെന്ന് പറഞ്ഞാൽ എന്തിന്റെ ഉത്സവമാണ്? മൗനത്തിന്റെ ഉത്സവമാണ്. എന്തിന്റെ ഉത്സവമാ? പ്രത്യേകിച്ച് ഇത് ബഹളത്തിന്റെ ലോകമാണോ? ആണോ? ബഹളങ്ങളുടെയും ആരവങ്ങളുടെയും ലോകത്ത് ഒരു കല്ലേറു ദൂരം മാറിയിരിക്കുവാൻ തമ്പുരാൻ തന്ന വലിയ അവസരമാണ്. ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് സൈലൻസ്. എന്താ മൗനം എന്ന് പറഞ്ഞ? ശബ്ദമില്ലാത്ത അവസ്ഥയാണ്. ആണോ? ആണോ? ശബ്ദമില്ലായ്മ അല്ല മൗനം. മനുഷ്യന് എത്ര വരെ ശബ്ദം കേൾക്കാൻ കഴിയും? 20 മുതൽ 20,000 ഡെസിമൽ വരെയുള്ള ശബ്ദമേ ആർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ? മനുഷ്യന്. അല്ലെ? 20 താഴെയുള്ളത് കേൾക്കാൻ പറ്റൂ? ഇല്ല. 20,000 മുകളിലുള്ള കേൾക്കാൻ പറ്റൂ? ഇല്ല. ഈ ഡെസിമൽ ശബ്ദം വരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിൽ താഴെയുള്ള ശബ്ദം കേൾക്കാൻ വീട്ടിലെ പട്ടിക്ക് പറ്റും. അപ്പോഴാ ചില ശബ്ദം കേട്ടിട്ട് ആര് കുറയ്ക്കുന്നത്? അപ്പൊ നമ്മൾ വിചാരിക്കും പട്ടിക്ക് ഒരു പണിയില്ല, എന്തോ കേട്ടിട്ടാ കുറയ്ക്കുന്നേ. അതുപോലെ തന്നെ സുനാമി വരുമ്പം, ഭൂകമ്പം വരുമ്പം ഇതൊക്കെ ആദ്യം അറിയുന്ന ആരാ? പ്രകൃതിയെ. കാരണം എന്താ? മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദം കേൾക്കാനുള്ള കഴിവ് ഈ ലോകത്തെ ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ശബ്ദങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ 20,000-നും 20,000-നും ഇടയിലുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ ശബ്ദം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയും, മൗനം മനനത്തിന്റെ ഭാഷയാണ്. മൗനം എന്തിന്റെ ഭാഷയാ? മൗനത്തിന് സൗന്ദര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. മൗനത്തിന് എന്തുണ്ട്? സൗന്ദര്യമുണ്ട്. മൗനത്തിന് സൗന്ദര്യം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. എന്താണെന്നറിയാവോ? എന്താ? മരിച്ചു കിടക്കുന്നോ? അതാണോ? അല്ല. മൗനത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം. ചിത്രശലഭം ഇല്ലേ? ചിത്രശലഭത്തിന് മുട്ട കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ എന്നറിയാം. ഏത് നിറം? യൂറോപ്പിൽ പോയവരെന്ന് കൈപൊക്കി. യെരുശലേമിൽ പോയിട്ടുണ്ടെന്ന് കൈപൊക്കി. അവിടെയുണ്ട് അല്ലേ? കുറച്ച് പേരുണ്ട്. ഇനി പിന്നെ ഇതെല്ലാം നമ്മൾ ലോകങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? പക്ഷേ വീട്ടുമുറ്റത്ത് വിരിയുന്ന അല്ലെ വീട്ടുമുറ്റത്തിടുന്ന ചിത്രശലഭത്തിന്റെ മുട്ട ഇതുവരെയും കണ്ടിട്ടില്ല. ഇവിടുന്ന് മരിച്ചു ചെല്ലുമ്പോ നീ സ്വിറ്റ്സർലൻഡ് കണ്ടോന്ന് ചോദിക്കത്തില്ല, തായ്ലൻഡ് കണ്ടോന്ന് ചോദിക്കത്തില്ല, യെരുശലേം കണ്ടോന്ന് ചോദിക്കത്തില്ല. എടാ, നിന്റെ വീട്ടുമുറ്റത്ത് മുട്ടയിട്ട ചിത്രശലഭത്തിന്റെ മുട്ട നീ കണ്ടിട്ടുണ്ടോ? നമുക്ക് കാഴ്ചയില്ലാത്ത എത്രയോ ഇടങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അല്ലേ? ഇനി മുതൽ ഉള്ള ഒരു ശ്രമമായിരിക്കണം. എന്താണ്? അടുത്ത പെരുന്നാളിന് മുമ്പ് ഞാൻ എന്ത് കണ്ടിട്ടേ വരത്തുള്ളൂ? ചിരിക്കാനല്ല പറഞ്ഞേ. എടാ, നിന്റെ ചുറ്റുവട്ടങ്ങളിലെ കാഴ്ച നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നീ യെരുശലേം കണ്ടിട്ട് എന്താ കാര്യം അല്ലേ? എടാ, നിന്റെ വീട്ടിൽ നിന്റെ അപ്പനെയും അമ്മയും നിന്റെ സഹോദരങ്ങളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നീ എവിടെ കാണാൻ പോവുക? യെരുശലേമിൽ പോവുക. വീട്ടിൽ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതെ ഇട്ടേക്കുക അല്ലേ? കുരിശി കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അവിടെ ചെല്ലുമ്പോഴാ തങ്കച്ച, ഇതാ എവിടെ നിന്റെ അമ്മ? യെരുശലേമിൽ ചെല്ലുമ്പോ ചോദിക്കുക അല്ലേ? 10ഉം 20ഉം എനിക്കറിയാവുന്നൊരു പാർട്ടിയുണ്ട്. 12 പ്രാവശ്യം യെരുശലേമിൽ പോയി. പക്ഷെ തള്ളയ്ക്ക് ഇതുവരെയും വെള്ളം കൊടുത്തിട്ടില്ല. ഞാൻ ആലോചിക്കായിരുന്നു, എവിടെയാ മനുഷ്യരെത്തിയിരിക്കുന്നത്? ചുറ്റുവട്ടങ്ങളിലെ കാഴ്ച നമുക്ക് അന്യം നിന്നോണ്ടിരിക്കുക. ചുറ്റുവട്ടങ്ങളിലെ കാഴ്ച നമുക്ക് അന്യം നിന്നോണ്ടിരിക്കുക. ചിത്രശലഭത്തിന്റെ മുട്ട നിറഞ്ഞത് ഗ്രീനിഷ് ബ്ലാക്കാ. പച്ച കലർന്ന കറുപ്പ്. കാണാൻ ഒരു സൗന്ദര്യമൊന്നുമില്ല. ഇത് വിരിഞ്ഞ് പുറത്തു വരുന്നത് എന്താ അറിയോ? എന്താ വരുന്നേ? പുഴു അല്ലേ? പുഴുവിന്റെ സ്വഭാവം എന്താണെന്നറിയോ? പിള്ളേർ പറഞ്ഞാ ശരി, പുഴുവിന് ഞൊളപ്പ് കൂടുതലാന്ന്. അല്ലേ? ഈ വീട്ടിൽ
കിട്ടി ചിലപ്പോ പിള്ളേരെ പറയും ഈ പുഴുക്കളെ കൊണ്ട് തോറ്റെന്ന് പറയത്തില്ലയോ അല്ലേ? അതുകൊണ്ട് പിള്ളേർ കൃത്യമായിട്ട് പറഞ്ഞു എന്താ പുഴുവിന്റെ സ്വഭാവം എന്താ? ഞൊരപ്പ അല്ലേ? 2 ഭയങ്കര വിശപ്പോ പുഴുവിന്. ആണോ അല്ലയോ? ആണോ? ആണ്. അപ്പൊ തീറ്റിയും ഞൊരപ്പുമാണ് പുഴുവിന്റെ ലക്ഷണം. നമ്മുടെ ലക്ഷണം എന്തൊക്കെയാ? കർത്താവേ, ഇത് രണ്ടും ഞങ്ങളില് ഉണ്ട്. ഞൊരപ്പും ഉണ്ട്, തീറ്റിയും ഉണ്ട്. അതുകൊണ്ടാ എന്ത് നോക്കാൻ പറ്റാത്തത്? നോമ്പ്. കർത്താവേ, ഈ ഞൊരപ്പും തീറ്റിയും ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നോക്കാൻ പറ്റുന്നില്ല? അപ്പൊ ഇന്ന് പള്ളിക്കകത്ത് വന്ന് കയറിയേക്കുന്ന ആര്? ഞാൻ പറഞ്ഞില്ല, പുഴുക്കളാന്ന് അല്ലേ? ഞൊരപ്പുള്ള 2 ദിവസം കൊണ്ടൊക്കെ ഒരു ചെടി മൊത്തത്തിൽ തിന്നു തീർക്കും. ഏത്? ഈ പുഴു. 2 ദിവസം കൊണ്ടൊക്കെ ഒരു ചെടി മൊത്തത്തിൽ. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? 25 നോമ്പാ അല്ലേ? ഏതിനകത്ത് കയറും ഇത്? ഏതിനകത്ത് കയറും? കൊക്കൂളിനകത്ത് കയറും, പൂപ്പയായിട്ട് മാറും. അതിനകത്ത് നോമ്പും നമസ്കാരവും മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാളും ഒക്കെയാ അല്ലെ? പ്രാർത്ഥന ഉപവാസം ഒക്കെയാ. ഇത് കഴിഞ്ഞിട്ട് ഈ കൊക്കൂണ് പൊട്ടിച്ച് പുറത്തിറങ്ങും. അകത്ത് കയറിയത് എന്താ? പുഴു. പുറത്തിറങ്ങിയതോ പൂമ്പാറ്റ. അകത്ത് കയറിയത് പുഴു, പുറത്ത് ഇറങ്ങിയത്. ഞാൻ പറയും, ഈ നോമ്പിന്റെ മൗനത്തിന്റെ സൗന്ദര്യം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പള്ളിക്കകത്ത് കയറിയത് ആരാ? പുഴു. ഇവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് എന്തായിരിക്കും? പൂമ്പാറ്റയായിരിക്കും. അതോ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പുഴു അങ്ങ് മുഴുത്ത പുഴുവാവൂ? ഈ മുഴുത്ത പുഴുവിന്റെ ഞൊരപ്പ് പിന്നെ കാണണം അല്ലേ? ഓരോ പെരുന്നാൾ കഴിയുമ്പോഴും പുഴു എന്ത് ചെയ്തോണ്ടിരിക്കുക? മുഴുത്തോണ്ടിരിക്കുക അല്ലേ? മുഴുത്ത പുഴുക്കളായി മാറാനല്ല, പുഴു ആരായി മാറണം? ആരായിട്ട് മാറണം? ഈ പുഴുവിന് ഇരിക്കുന്ന സ്ഥലത്തോട് അറ്റാച്ച്മെന്റ്. ആണോ അല്ലയോ? ആണ്. നമുക്കും അറ്റാച്ച്മെന്റ് ഏതിനോടാ? ഇരിക്കുന്ന സ്ഥലത്തോടാ അല്ലേ? ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ ചില സ്ഥിരം ഇരിക്കുന്ന ചില കസേരയൊക്കെ ഉണ്ടോ ഇല്ലയോ? സ്ഥിരം പിടിച്ചു വെച്ചേക്കുക. ആരെങ്കിലും പാവങ്ങൾ അറിയാതെ വന്ന് ഇച്ചിരി നേരത്തെ വന്ന് ആ കസേര ഇരുന്നാൽ അന്നത്തെ ദിവസം വന്നു കയറുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. കീഴുമേലൊരു നോട്ടം അല്ലേ? നോട്ടം കൊണ്ട് ദഹിപ്പിച്ച് കളയും. ഈ വല്യമ്മയുടെ വിചാരം എന്താ അറിയോ? കർത്താവ് 2ാമത് വരുന്നത് വരെ എന്ത് ബുക്ക് ചെയ്ത് ഇട്ടേക്കാന്നാ? കസേര അല്ലേ? തൃപ്പലരികം പള്ളിയില് കസേര ബുക്ക് ചെയ്തിട്ടേക്കുക. എന്തിനു വേണ്ടിയാ? കാരണം നമുക്ക് ഈ അറ്റാച്ച്മെന്റ്. എന്നാൽ നമ്മൾ ഓർക്കണം, പുഴു ഇരിക്കുന്ന സ്ഥലത്ത് അറ്റാച്ച്മെന്റ്. എന്നാൽ പൂമ്പാറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ പാറിപ്പറന്ന് ഡിറ്റാച്ച്മെന്റ് ആകുമ്പോഴാ പുഴു എന്തായിട്ട് മാറുന്നത്? പൂമ്പാറ്റയായി മാറുന്നത്. അപ്പൊ മൗനം നമ്മളെ എന്ത് ചെയ്യാൻ പഠിപ്പിക്കാന്നറിയാവൂ? മനനം ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. നീ ആലോചിക്കാൻ, വിവേകമുള്ളവനായി മാറാൻ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, മാനത്തോളം മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മൗനം. വിവേകത്തോടെ വേണം നീ ഇടപെടാൻ. നിങ്ങൾ നോർത്ത് നോക്കിക്കേ, ഇന്നത്തെ ഏറ്റവും കൂടുതൽ മത്സരം കാണുന്ന എവിടാന്നറിയാവോ? ഞാൻ പറയും റോഡിലാ. ആണോ അല്ലയോ? റോഡിലാണോ? അല്ലെ? വണ്ടിയും കൊണ്ട് പോകുമ്പോഴാ അല്ലേ? ശരിക്കും നിങ്ങൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ പുറകിൽ ഒരുത്തം വന്ന് ഒരു 4-5 ഹോൺ അടിച്ചാൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? തിരിച്ചു 4 ഹോൺ അടിക്കും. അവൻ ഓവർടേക്ക് ചെയ്ത് പോയാൽ അവനെ സൈഡ് കൊടുക്കാതെ നമ്മളും പോകും. ശരിക്കും പറഞ്ഞാൽ ആ യാത്ര അവസാനിക്കുന്നവരെ നമുക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പാലിക്കേണ്ട എന്താണെന്നറിയാവോ? മൗനം നമ്മളിൽ ഉണരണം, വിവേകം ഉണരണം. പുറയൊരുത്തൻ ഹോൺ അടിക്കുക, അവന്റെ ആവശ്യമൊന്നും നമുക്ക് അറിയത്തില്ല. ഇത്തിരി സ്ഥലം മാറി അങ്ങ് കൊടുത്തേക്കണം. അവൻ അവന്റെ വഴിക്ക് പോകും. നമ്മൾ എത്ര ശാന്തമായിരിക്കാം ഡ്രൈവ് ചെയ്യുന്നേ അല്ലേ? അതിന് പകരം സൈഡ് കൊടുക്കാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവിംഗ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്വസ്ഥത കാണുമോ? ഇല്ല. വിവേകമില്ലാത്തവന്റെ ജീവിതം സൈഡ് കൊടുക്കാത്ത വണ്ടി പോലെ. അവന് സ്വസ്ഥത കാണുമോ? ഇല്ല. സമാധാനം കാണുമോ? ഇല്ല. പോകുന്ന വഴിക്ക് എവിടെങ്കിലും ഒക്കെ ഇട്ട്. ശരിക്കും പറഞ്ഞാൽ മൗനം, ഞാൻ പറയും, അത് വിവേകത്തിന്റെ ഭാഷയാണ്. എന്തിന്റെ ഭാഷയാണ്? വിവേകത്തിന്റെ. മരണത്തോളം
മനുഷ്യനിൽ ഉണ്ടാകേണ്ട ലാവണ്യമാണ് എന്തെന്ന് പറയുന്നത്? മൗനം എന്ന് പറയുന്നത്. അതുകൊണ്ടാ സക്കറിയാവ് അവനൊരു ചോദ്യം ചോദിച്ചു, അവൻ എന്തായി മൗനമായി മാറി? മൗനത്തിന് ദൈവം കൊടുത്ത സമ്മാനത്തിന് പറയുന്ന പേരാണ് യോഹന്നാൻ. മൗനത്തിന് ദൈവം കൊടുത്ത സമ്മാനത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? യോഹന്നാൻ. നോക്കിയേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനാരുമില്ല. മൗനം നമുക്ക് വലിയ അനുഭവങ്ങൾ നൽകുന്നു. അതുകൊണ്ടാണ് ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, ലിസൺ ടു സൈലൻസ്, ഇറ്റ് ഹാസ് സോ മച്ച് ടു സേ. നിങ്ങൾ മൗനത്തെ ഒന്ന് കേട്ടു നോക്കിക്കേ, മൗനത്തിന് നിങ്ങളോട് പറയാൻ ഒത്തിരി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മളെ കേൾക്കാൻ ഒരിത്തിരി നേരമില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. നമുക്ക് നമ്മളെ കേൾക്കാൻ ഇത്തിരി നേരമില്ല. കാരണം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ താഴെ വെക്കുന്ന സാധനം ഏതാ? ഫോൺ അല്ലേ? നമ്മൾ റീല് കണ്ട് 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 ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അപ്പോഴാണ് ഉറക്കം തൂങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് താഴെ വീഴും? ഇത് താഴെ വീഴും. ഉടനെ നമ്മൾ സൈഡിലോട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? കാരണം എന്താ? തലേന്ന് രാത്രി ട്രംപോ മോദിയോ അല്ലേ, ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തിത്വമാണോ അല്ലേ നമ്മളെ വിളിച്ചുകൊണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് നമ്മളെ കേൾക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്ക് കൊടുക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകുന്നു. ഇതിന്റെ പ്രതിസന്ധി ഉണ്ട് നമുക്കിന്ന്. നമുക്ക് നമ്മളെ കേൾക്കാൻ ഇന്ന് പറ്റുന്നില്ല. കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കല്ലേറ് ദൂരം നീ മാറിയിരിക്കണം. എന്തിനാണെന്നറിയോ? നിനക്ക് നിന്നെ കേൾക്കാൻ വേണ്ടിയാ. നിന്റെ ഉള്ളത്തിന് നിന്നോട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഈ നോമ്പ് നിന്നോട് പറയുന്ന അതാ. എന്നും ഇങ്ങനെ തിരക്കോടെ പോയ ഒക്കത്തില്ല. നിനക്ക് നിന്നെ കേൾക്കാൻ ഒത്തിരി സമയം വേണം. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രൈം ടൈം മാറ്റിവെക്കണം. പ്രത്യേകിച്ച് ഞാൻ അമ്മമാരോട് പറയും കേട്ടോ, നിങ്ങൾ ഈ വീടിന് വേണ്ടി എരിയുന്ന മെഴുതിരികളാ. നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കണം കേട്ടോ. വീട്ടിൽ പിള്ളേർക്ക് ഒരു തലവേദന വന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുമോ? ഇല്ല. ആശുപത്രി കാണിക്കണം. വീട്ടുകാരന് എന്തേലും ഒരു അസുഖം വന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടെങ്കിലും അങ്ങേര് സ്വസ്ഥത തരുവോ? ഇല്ല. കാരണം എന്താ? മൂക്കിലറ്റത്തൊരു ഞൊണല് വന്നാൽ പോലും വീട് മൊത്തം ഇളക്കി മറിക്കും അല്ലേ? അതിന്റെ കാരണം എന്താണെന്നറിയോ? വേദന സഹിക്കാനുള്ള കഴിവ് പുരുഷന്. കാരണം പെയിൻ റിസപ്റ്റേഴ്സ് കുറവാ. സ്ത്രീകൾക്കാണ് പെയിൻ റിസപ്റ്റേഴ്സ് കൂടുതലാ അല്ലേ? കാരണം ലോകത്ത് ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന ആരാ? സ്ത്രീകളാ അല്ലേ? ഈ പ്രസവിച്ചിട്ട് പറയുന്ന എന്തറിയോ? സുഖപ്രസവം അല്ലേ? ഇത്രയും വേദനയെടുത്ത് പ്രസവിച്ചിട്ട് പറയുന്നത് എന്താണ്? ലോകത്ത് ഏതെങ്കിലും വേദനയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? സുഖമായിട്ട് കിഡ്നി പെയിൻ വന്നു എന്ന് പറയാറുണ്ടോ? ഇല്ല. സുഖമായിട്ട് ചെവി വേദന വന്നു എന്ന് പറയാറുണ്ടോ? ഇല്ല. പക്ഷെ ഒരു സ്ത്രീ പ്രസവിക്കുമ്പോ പറയാണ് എന്താണ്? സുഖപ്രസവമാണ്. കാരണം പെയിൻ റിസപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ത്രീ. പുരുഷനത് കുറവാ. അതുകൊണ്ടാണ് ഒരു ചെറിയ ജലദോഷം വരുമ്പോഴേ ആ വീട് മൊത്തം ആരിളക്കി മറിക്കും? പുരുഷൻ. അപ്പോഴത്തേക്ക് സ്ത്രീകളെല്ലാം കൃത്യമായിട്ട് നോക്കും അല്ലേ? പക്ഷെ അന്നരവും സ്വന്തം അസുഖം മാറ്റിവെക്കുന്ന ആരാന്നറിയാവോ? അമ്മമാരാ. അതുകൊണ്ടാ പുതിയൊരു പഠനം പറയുന്നത്, ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് ആശുപത്രി ചെല്ലുന്നതിൽ 4th സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പല സ്ത്രീകളും എവിടെ ചെല്ലുന്നത്. കാരണം എന്തറിയോ? നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിത്തിരി കൺസേൺ നിങ്ങൾ കാണിക്കണം. അവർ മാറ്റിവെച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ ഈ സമൂഹം കടന്നു ചെല്ലുന്നത്. ഞാൻ പറയുന്നത്, വേദനകൾക്ക് നടുവിലും മൗനം അവലംബിച്ച്, പെയിൻ റിസപ്റ്റേഴ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് അവലംബിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരിത്തിരി സമയം മാറ്റിവെക്കണം. കാരണം എന്താണെന്നറിയാവോ? നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ പുരുഷന്മാരൊക്കെ വീരകേസരികളാ. ആണോ അല്ലയോ? ആണ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുമ്പോ എന്ത് കിട്ടണം? ചായ അല്ലേ? 8 മണിയാകുമ്പോ എന്ത് വേണം? 8 എന്ന് പറഞ്ഞ സാധനം 8:10 ആലോചിച്ച് നോക്കിക്കേ അല്ലേ? അവിടെ നടക്കാൻ പോകുന്നത് എന്തുമായിരിക്കും? ഇനി 12:30 ആകുമ്പോ എന്ത് വേണം? ഊണ് വേണം. 12:45 വഴക്ക അല്ലേ? 3 മണിയാകുമ്പം ചായയും
ആ കടിയും വേണം, അല്ലേ? 8 മണിയാകുമ്പോ എന്ത് വേണം? അത്താഴം വേണം. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഴശ്ശിരാജയുടെ കൂട്ട, അല്ലേ? ഞങ്ങൾക്ക് ഇതൊക്കെ സമയത്ത് വേണം. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു ദിവസം ഇവരങ്ങ് ഇല്ലാതാകുമ്പോൾ നമ്മൾ ആരുടെ കൂടെ താമസിക്കാൻ പോന്നേ? മോന്റെയും ഭാര്യയുടെയും കൂടെ, മരുമോടെയും കൂടെ താമസിക്കാൻ പോന്നേ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഇരിക്കും. വല്ലതും കിട്ടുമോ? ഇല്ല. വൈകുന്നേരം 3 മണിക്ക് ചായയും കടിയും കിട്ടുമോ? ഇരുന്ന് കടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഈ ദേഷ്യപ്പെടുമ്പോഴും വായി വരുന്ന പറയുമ്പോഴേ വില എന്താന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ പറയും, ഈ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളെയും നമ്മളെ തിരിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൊരു മൗനം സൂക്ഷിക്കണം. ഒരു മൗനം, അതെല്ലാത്തിനെയും കണ്ടെത്താൻ വേണ്ടിയാ. നമുക്ക് നമ്മളെ കണ്ടെത്താൻ വേണ്ടിയാ, നമുക്ക് നമ്മുടെ കർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയാ. അതുകൊണ്ട് സങ്കീർത്തനം 46:10 പറയുന്നത്, മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന്. നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വലിയ മൗനമുണ്ട്. അത് നമ്മുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും, അല്ലേ? നിങ്ങള് കേട്ടിട്ടുണ്ട് ഗർത്തഭം? കേട്ടിട്ടുണ്ടോ? എന്തുവാ? ഗർത്തവ വാഹനൻ. എന്തു അത്? ബെൻസാന്നോ? അല്ല. ഏത് ദിവസം ഇത് കേട്ടെ? ഗർത്തവം എന്ന് പറഞ്ഞ പദം കേട്ട് എന്നാ? ഹോശാനയുടെ അന്ന, അല്ലേ? ഹോശാനയുടെ അന്ന. എന്താ ഗർത്തവം എന്ന് പറഞ്ഞ? കഴുതയെന്ന, അല്ലേ? നമുക്കറിയാം കുങ്കുമപ്പൂവ്. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. കുങ്കുമപ്പൂവ് എന്നാ കഴിച്ചത്? എന്നാ കഴിച്ചേ? ആ കുഞ്ഞു വയറ്റി കിടന്നപ്പം എന്തിനാ അങ്ങനെ വാങ്ങിച്ചു തന്നെ? കൊച്ചിനെ വെളുപ്പിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാ, അല്ലേ? എത്ര മാസം കഴിച്ച്? 9 മാസവും കഴിച്ചെന്ന് ആയുർവേദത്തിൽ പറയുന്ന. ആദ്യത്തെ 4 മാസം കഴിച്ചാലേ ഗുണമുള്ള. പക്ഷെ പോക്കറ്റ് വെളുത്താലും വേണ്ടൂല. എത്ര മാസം വാങ്ങിച്ചു കൊടുത്തേക്കുക? എത്ര മാസമാ? 9 മാസം. മാത്രമല്ല, ഇത് പാലിലിട്ടിട്ട് 45 മിനിറ്റ് വെച്ചോട്ടിരിക്കണം, എന്നിട്ടേ കുടിക്കാവൂ. ഇതെങ്ങനെ? തിളപ്പിക്കുന്നതിനെക്കാട്ടും മുമ്പേ ഇതിടും, തിളയ്ക്കുന്നതിനെക്കാട്ടും മുമ്പേ എന്ത് ചെയ്യും? കുടിച്ചും കഴിയും, അല്ലേ? അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഇത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ കുങ്കുമപ്പൂവ്. അത് പ്രഷർ കുറയ്ക്കാൻ, ആന്റി ഓക്സിഡന്റ് ആണ്, ഹൃദയത്തിന് നല്ലതാണ്. പക്ഷെ ഇതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. ആകെ വാങ്ങിച്ചു തന്നേക്കുന്ന ഏത് സമയത്ത് മാത്രമേ ഉള്ളൂ? കർത്താവേ, ഞാൻ കറുത്തതാണേലും എന്റെ കൊച്ച് ഞാൻ കറുത്തതാണേലും കൊച്ച് വെളുക്കണേ. അതുകൊണ്ടാണ് പോക്കറ്റ് വെളുത്താലും എന്ത് വാങ്ങിച്ചു കൊടുക്കുക? ഈ കുങ്കുമപ്പൂവ് വിളയുന്ന എവിടാന്നറിയാവോ? ഹിമാലയത്തിന്റെ താഴ്വരകളിലാ, അല്ലേ? ഈ കവി എഴുതുന്നുണ്ട്, ഹിമാലയത്തിന്റെ താഴ്വരകളിൽ വിളയുന്ന ലോകത്തിലെ 1-ാം നമ്പർ കുങ്കുമപ്പൂവ് ശേഖരിച്ച് ഉണക്കി സംസ്കരിച്ച് ചാക്കിന്റെ പുറത്തിട്ടുകൊണ്ട് പോകുന്നത്. എന്തിന്റെ പുറത്തിട്ടുണ്ടാ പോകുന്നതെന്ന് അറിയാവോ? കഴുതയുടെ പുറത്തിട്ടുണ്ടാ പോകുന്നേ. പക്ഷെ കഴുതയ്ക്ക് അറിയത്തില്ല കുങ്കുമത്തിന്റെ വില. അറിഞ്ഞിരുന്ന കഴുത കുറച്ച് കലക്കി കുടിച്ചതിനെ കൊച്ചു വെളുക്കാൻ വേണ്ടി. ഈ കഴുത കുങ്കുമപ്പൂവ് ചുമക്കുന്നത് പോലെയാണ് ആര് ചുമക്കുന്നത്? നമ്മൾ കുരിശുമൊക്കെ ചുമന്ന് നടക്കുന്നത്. നമുക്ക് നമ്മുടെ വില അറിയില്ല. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ആരാ? കർത്താവിന്റെ മക്കളാ, ദൈവത്തിന്റെ സൃഷ്ടിയാ. ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ വിലയാണ്. ആ വില തിരിച്ചറിയണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിൽ എന്തു വേണം? ഒരു മൗനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ മൗനം നമ്മുടെ ജീവിതത്തിൽ അവലംബിക്കുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആലോചനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വകതിരിവിന് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഒരിത്തിരി സമയം വേർതിരിച്ചു വെക്കണം. അന്നേരം ഇത് എന്തിന്റെ ഉത്സവമായിട്ട് മാറും? ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് സൈലൻസ്. നമ്മൾ അറിയുക നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. 4 കാര്യങ്ങളാണ് നിങ്ങളെ ഓർപ്പിച്ചത്. 1, നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമത്തിന്റെ ഉത്സവം. 2, നോമ്പെന്ന് പറഞ്ഞാൽ ആയിത്തീരലിന്റെ ഉത്സവം. 3, ക്ഷമയുടെ ഉത്സവം. 4, മൗനത്തിന്റെ ഉത്സവം. നോക്കിക്കേ, 4 കാര്യങ്ങൾ. അപ്പോ
നാളെ മുതൽ നോമ്പ് നോക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കി. നാളെ മുതൽ ഒരാൾ കൈപൊക്കി. ഇപ്പോഴും കർത്താവെ വീണ്ടും ഞങ്ങൾ എന്താവാൻ പോവാ? കൊറിയൻ പയർ അല്ലേ? നാളെ മുതൽ നോമ്പ് നോക്കാമെന്ന് എന്റെ കർത്താവേ. എനിക്ക് വയ്യാഴികയൊക്കെ ഉണ്ട്, പക്ഷേ പോട്ടെ, വയ്യാത്തൊരു ഉപവസിക്കണ്ട. പക്ഷേ എന്തു നോക്കാം? നോമ്പ് നോക്കാം. ഈ നോമ്പ് കർത്താവിന്റെ ജനപ്പെരുന്നാളിലേക്കും ഈ പള്ളിയുടെ പെരുന്നാളിലേക്കുമാണ്. ഒരു നോമ്പിന്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ മൗനം തിരുവചന വായനയിലൂടെ മൗനത്തെ ധന്യമാക്കി തീർക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു.